ഹല്ലേലൂയ. പ്രസിദ്ധനായ ഒരു പ്രസംഗനൊന്നും ആയിട്ടല്ല എന്നെ ഇവിടെ വിളിക്കുന്നതെന്ന് എനിക്കറിയാം. പ്രൈസ് ഗോഡ്. പക്ഷേ എല്ലാ വർഷത്തെയും ഈ ഉപവാസ പ്രാർത്ഥന ഞാൻ കടന്നു വരാറുണ്ട്. ഞങ്ങളിവിടെ നടത്തുന്ന ഉപവാസ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിന് സമയമുണ്ടെങ്കിൽ അദ്ദേഹം വരാറുണ്ട് മിക്കവാറും വർഷങ്ങളിൽ. ഇവിടെ വരുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. ഞാൻ പൊതുവേ അങ്ങനെ സഭ വിട്ട് ഒത്തിരി മീറ്റിങ്ങിൽ പോകാറില്ല. എങ്കിലും ഇവിടെ വരുന്നത് എനിക്കും സന്തോഷമാണ്. പ്രത്യേകിച്ച് ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ ഒരു അനുജനെ പോലെ സ്നേഹിക്കുന്ന ബ്രദർ സുരേഷ് ബാബു, 1988 മുതൽ ഞങ്ങൾ ആരംഭിച്ച ആ സ്നേഹബന്ധം 29ാമത്തെ വർഷത്തിലും അത് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിൻ്റെ വേല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കാണുന്ന വിജയം ഓർത്ത് ഞാൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കും. ഞാൻ എല്ലാ ദിവസവും അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാറുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ വേലയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നലെയും ഇന്നും നാളെയും ഇവിടെ വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ, എൻ്റെ മറ്റൊരു അനുജൻ, നല്ല സ്നേഹിതൻ പാസ്റ്റർ ജോൺ മാത്യു. ഹല്ലേലൂയ. ഞങ്ങൾ വളരെ അടുത്തടുത്താണ്. അദ്ദേഹം കാക്കനാട്, ഞാൻ വൈറ്റിലയിൽ. ഞങ്ങളൊരു 12 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പാർക്കുന്നത്. അദ്ദേഹം പറയുമായിരുന്നു, വെച്ചാൽ നാളെ ആയിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാമായിരുന്നു. കാരണം ഞാൻ കാറ് കൊണ്ടുവന്നില്ല, എനിക്ക് ഒറ്റ ഓടിക്കാൻ മടിയായതുകൊണ്ട് ഞാൻ ബസ്സിലഞ്ഞ് പോരുമായിരുന്നു. ഹല്ലേലൂയ. അതുപോലെ നല്ലതുപോലെ കീബോർഡ് വായിക്കുന്ന ബ്രദർ ബോവസ്, വളരെ അനുഗ്രഹീതനായ ഒരു കർത്തൃദാസൻ്റെ മകനാണ്. അദ്ദേഹം ഇപ്പം ഇന്ന് ലോകത്തിലില്ല. ഒരുപാട് ടീമുകളുടെ കൂടെ വളരെ അദ്ദേഹത്തിൻ്റെ കീബോർഡ് വായന വളരെ നല്ലതാണ്. വളരെ നല്ലോണം കീബോർഡ് വയ്ക്കും. അതിലുപരി വളരെ സൗമ്യനായ, വളരെ താഴ്മയുള്ള, മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന ഒരു നല്ല ഒരു ദൈവബദൽ എൻ്റെ മകൻ്റെ കൂട്ടുകാരനാണ് ഡാനി. ഇവിടെ വരുന്ന ഡാനിയുടെ ഫ്രണ്ടാണ്. എൻ്റെയും ഒരു കൊച്ച് മോനാണ് ആമൻ ബോവസ്. പ്രൈസ് ഗോഡ്. സോ ഇവരെ ഓർത്ത് നമുക്ക് ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് കരങ്ങളടിച്ച് ഈ ദേവദാസന്മാരെ ഒന്ന് ആമൻ നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നിങ്ങൾ നല്ല ഉത്സാഹത്തോടു കൂടെ ഇരുന്നാൽ എനിക്ക് നല്ല ഉത്സാഹം വരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു ഉത്സാഹം കണ്ടാൽ എനിക്കൊരു ഉത്സാഹം വരത്തുള്ളൂ. ആമേൻ. നിങ്ങൾക്ക് ഉത്സാഹമില്ലെങ്കിൽ എന്നെ അത് ബാധിക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ചേർന്ന്, എനിക്കറിയാം ബ്രദർ സുരേഷ് ബാബു ശുശ്രൂഷ സഭയിൽ എപ്പോഴും നിങ്ങളെ വചനത്തിലും ആരാധനയിലും കൃപാവരങ്ങളും ഒന്നും കുറവില്ലാത്തവരാണ്. ഹല്ലേലൂയ. ഈ ഏരിയ എല്ലാം കവർ ചെയ്യുന്ന ഒരു ദൈവദാസനാണ് ബ്രദർ സുരേഷ് ബാബു. വചനത്തിന് യാതൊരു ക്ഷാമവും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരുപാട് ഈ അടുത്ത കാലങ്ങളിൽ ഒരുപാട് സുരേഷ് ബാബു ബ്രദറിനെ പോലെ ശുശ്രൂഷിക്കുന്ന ഒത്തിരി ചെറുപ്പക്കാരിറങ്ങി. അതിനകത്ത് നല്ലോണം വചനം പറയുന്നവരുണ്ട്. എന്നാൽ പല ആളുകളും കൃപാവരങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് വചനം ഒട്ടും പറയാതെയോ അല്ലെങ്കിൽ അവർക്ക് തോന്നുന്നത് എന്തും വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടത്തിൽ 30ാമത്തെ വർഷത്തിലും അദ്ദേഹം വചനം കറയില്ലാതെ, പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ അതിശക്തമായി പറയുന്ന ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അദ്ദേഹം നല്ലൊരു സുവിശേഷകനാണ്, നല്ലൊരു പ്രവാചകനാണ്, രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസനാണ്. ഹല്ലേലൂയ. അതിലൊക്കെ ഉപരി ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത് വചനം കോംപ്രമൈസ് ചെയ്ത ഞാൻ പറയും. ഹല്ലേലൂയ. സോ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം നിങ്ങൾക്ക് ഇവിടെ ഒരു നിങ്ങളുടെ ഈ പ്രാവശ്യത്തിൽ നിങ്ങൾക്ക് ഒരു തീമുണ്ട്, ട്രാൻസ്ഫോർമേഷൻ. ഞാൻ നിങ്ങൾക്ക് വചനം ഒരുക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്. ഇന്ന് രാവിലെ ഞാൻ ഇന്നലെ തന്നെ എനിക്ക് വേണ്ട മെസ്സേജ് ഞാൻ ഒരുക്കി കഴിഞ്ഞു. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ എങ്ങനെയാണ് വരുന്നത്, ഞാൻ എവിടെ ഇറങ്ങണമെന്നൊക്കെ ചോദിക്കും. അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞാൻ ചോദിച്ചു, വല്ല തീം വല്ലതും ഉണ്ടോ ഈ പ്രാവശ്യം എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അച്ഛാ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു. ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ എന്താണ്? രൂപാന്തരം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. രൂപാന്തരം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ രൂപാന്തരം എന്ന് പറയുന്ന പദം ബൈബിളിൽ പല ഭാഗത്തുണ്ട്. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യത്തിൽ നമുക്ക് കാണണം. എന്താണ്? നിങ്ങൾ രൂപാന്തരം പ്രാപിക്കണം. പ്രൈസ് ഗോഡ്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിലെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള, വിശുദ്ധിയുള്ള, ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി നിങ്ങൾ സമർപ്പിക്കണം. അടുത്തത്, ഈ ലോകത്തിന് അനുരൂപപ്പെടരുത്. പിന്നെ നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ആ രൂപാന്തരം എന്ന് പറയുന്ന പദമാണ് നമ്മളിവിടെ കാണുന്ന ഈ ബട്ടർഫ്ലൈ. ഹല്ലേലൂയ. ആദ്യം മുട്ടയായിരുന്നു, പിന്നെ അത് പ്യൂപ്പയായി, പിന്നെ ശലഭമായി അതിങ്ങനെ പറക്കുന്നു. നമ്മുടെ ലൈഫിലും അത് തന്നെയാണ് സംഭവിക്കേണ്ടത്. പ്രൈസ് ഗോഡ്. രൂപാന്തരം, ട്രാൻസ്ഫോർമേഷൻ. ഹല്ലേലൂയ. നാം വിശ്വാസത്തിൽ വന്നതുകൊണ്ട് മാത്രം
പ്രൈസ് ഗോഡ്. ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വിശ്വസിക്കാം. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതുകൊണ്ട് മാത്രം അതോടെ അങ്ങ് തീരാങ്കി സ്വർഗത്ത് പോകും, നിത്യതയെ പോകും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്ന ദിവസം അങ്ങ് മരിച്ചു പോവുകയാണെങ്കിൽ നിത്യതയെ കാണും. പക്ഷെ ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ പിന്നെയും പാപപങ്കിലമായ ഈ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പോൾ നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുന്നതോടുകൂടെ നമ്മൾ പലരും ചിന്തിക്കുന്നത് ഇനി എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പോകാം എന്നുള്ളതാണ്. പക്ഷെ നാം മനസ്സിലാക്കണം, കാൽവിനിസം എന്ന് പറയുന്ന ഒരു തിയോളജി ഉണ്ട്. കാൽവിൻ എന്ന് പറയുന്ന ഒരു തിയോളജിൻ്റെ ഒരു ടീച്ചിങ് ഉണ്ട്, കാൽവിനിസം. അവർ പറയുന്നത് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ പിന്നെ ആ രക്ഷ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല എന്നാണ്. ഇറ്റേണൽ സെക്യൂരിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും. പ്രൈസ് ഗോഡ്. പക്ഷേ ദൈവവചനം വായിച്ചാൽ, പ്രത്യേകിച്ച് പൗലോസിൻ്റെ ലേഖനങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനൊരു എങ്ങനെങ്കിലും ജീവിച്ചാൽ ഉണ്ടാകുന്ന ഒരു ഇറ്റേണൽ സെക്യൂരിറ്റിയെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല. പ്രൈസ് ഗോഡ്. എന്ത് ചെയ്യണം നമ്മളെ? നിങ്ങൾ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണം. അപ്പം നമ്മൾ സ്നാനപ്പെടുമ്പോൾ നമ്മൾ പറയുന്ന ഒരു വിഷയമാണ് റോമാലേഖനം 6-ാമത്തെ അധ്യായം അതിനെ 3 മുതൽ വായിക്കുന്നത്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നിങ്ങളെല്ലാം എന്ത് ചെയ്യുക? ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, അടക്കപ്പെട്ടു, പിന്നെ കുഴിച്ചിടപ്പെട്ടു, പിന്നെ ഉയർത്തെഴുന്നേറ്റു. എന്തിനാണ് ഉയർത്തെഴുന്നേറ്റത്? ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ വചനം നല്ലോണം അറിയാവുന്നവരായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഒരു കഥയൊക്കെ പറഞ്ഞിട്ട് പോകാൻ എനിക്കറിയാം. പ്രൈസ് ഗോഡ്. പക്ഷെ നിങ്ങൾ വചനം അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുക, ടു വാക്ക് ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്. അപ്പം നമ്മൾ നടക്കണം, അല്ലേ? നടന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ? നടന്നെങ്കിൽ മാത്രമേ അങ്ങ് ചെല്ലാനൊക്കത്തുള്ളൂ. ഇപ്പം ഇന്ന് രാവിലെ ഞാനിവിടെ നിൽക്കുക. ഞാൻ 5 മണിക്ക് എറണാകുളത്ത് എൻ്റെ വീട്ടിൽ നിൽക്കുക. രാവിലെ 5 മണിക്ക്. ഇന്ന് രാവിലെ 5 മണിക്ക് ഞാൻ എറണാകുളത്തിൻ്റെ വീട്ടിൽ നിൽക്കുക. രാവിലെ 5 മണിക്ക് എറണാകുളത്തിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇപ്പോൾ 12 മണിക്ക് തിരുവനന്തപുരത്തുള്ള ഈ യോഗത്തിൻ്റെ സ്റ്റേജിൽ നിൽക്കുന്നു. എങ്ങനെയാണ് ഞാനിവിടെ നിന്നത്? എങ്ങനെ നിന്നത്? ഞാൻ വീട്ടിൽ എഴുന്നേറ്റു, കുളിച്ചു, പല്ല് തേച്ചു, ഷേവ് ചെയ്തു, ഡ്രസ്സ് ചെയ്തു, പെട്ടിയെല്ലാം രാത്രി തന്നെ ഒതുക്കി വെച്ചു. വൈകിട്ടിടാൻ ഒരു ഡ്രസ്സ് വേണം, അതൊക്കെ റെഡിയാക്കി വെച്ചു. പ്രൈസ് ഗോഡ്. പിന്നെ എന്ത് ചെയ്തു? ഞാൻ കയറി വീട്ടിൽ നിന്ന് സ്കൂട്ടറെ കയറി, സ്കൂട്ടർ എടുത്തു. വൈഫ് പറഞ്ഞാൽ സ്കൂട്ടർ ഉണ്ടെന്ന് വയറ്റിലെ വെച്ചേക്ക്, വേറെ താക്കോൽ പുള്ളിക്കാരുണ്ട്, ആ താക്കോലോട്ട് പോയിക്കും, ഞാൻ പോയി എടുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ സ്കൂട്ടർ എടുത്തു, പെട്ടി ഞാൻ ഫ്രണ്ടിൽ വെച്ചു, തോളെ ഒരു ചെറിയ ബാഗ് ഇട്ടു, സ്കൂട്ടർ ഞാൻ ഓടിച്ചു. 1 കിലോമീറ്റർ വയറ്റിലെ ജംഗ്ഷൻ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വെച്ചു, ഹെൽമെറ്റിൻ്റെ പുറത്ത് വെച്ചു, ലോക്ക് ചെയ്തു. പ്രൈസ് ഗോഡ്. എന്നിട്ട് എന്ത് ചെയ്തു? ഞാനവിടെ വയറ്റിലെ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിന്നു. കുറച്ച് നേരം നിന്നപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വോൾവോ ബസ് വന്നു. ഞാൻ അതിൽ കയറി, റേറ്റൊക്കെ ചോദിച്ചു. 400 രൂപ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 350 തരത്തോളം എന്ന് പറഞ്ഞു. 350 ഉള്ളൂ. ഞാൻ നോക്കി, ഓൺലൈൻ നോക്കി 350 ഉള്ളൂ. കൊടുത്തു. ഞാനിവിടെ വന്ന് ഇറങ്ങി. ബ്രദർ ജെറി എന്നെ അവിടെ വെയിറ്റ് ചെയ്തു. കാറിൽ തന്നെ അദ്ദേഹം ഞങ്ങൾ താമസിക്കുന്ന റൂമിൽ കൊണ്ടുപോയി. ഞാൻ വീണ്ടും അവിടെ പോയി ഒന്നുകൂടെ കുളിച്ചു, ഫ്രഷായി, ഒന്നുകൂടെ പല്ല് തേച്ചു, മുടിയൊക്കെ ചീകി, ഉള്ള മുടിയൊക്കെ ചീകി വെച്ചു. പ്രൈസ് ഗോഡ്. എന്നിട്ട് ഞാൻ കാറിൽ കയറി, അവിടെ ഇറങ്ങി, വീണ്ടും ഞാൻ നടന്നു. ഞാൻ അവിടെ വന്നു, ഒരു കാപ്പി കുടിച്ചു, സ്റ്റേജിൽ കയറി. ഹല്ലേലൂയ. ഇത്രയും കാര്യം ഞാൻ ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് വീട്ടിൽ നിൽക്കുക. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാൻ കർത്താവേ കൃപയാൽ സുരേഷ് ബാബുവിൻ്റെ ആ സ്റ്റേജിലേക്ക് ഞാൻ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനിവിടെ നിൽക്കുവോ? ഇല്ല. എൻ്റെ കൂടെ ചേർന്ന് വരണം. പ്രൈസ് ഗോഡ്. ഞാൻ ഇത്രയും കാര്യം ഞാൻ ചെയ്തു ഇവിടെ വരാൻ. ഇത്രയും കാര്യം ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. എത്ര മണിക്കൂർ ഞാൻ പണിഞ്ഞു? ഞാൻ അലാമൊന്നും വെച്ചില്ല. 12:30 കിടന്നത് തന്നെ. 1 മണിക്ക് കിടന്നു. 3 മണി ഞാൻ ചാടി എഴുന്നേറ്റു. പിന്നെ ഉറക്കവും വരുന്നില്ല. എനിക്ക് ഇവിടെ സമയത്ത് എത്തണം. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ഞാൻ 3 മണി മുതൽ തുടങ്ങിയ പരിപാടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കുറേ കാര്യം ഞാൻ ചെയ്ത് ഇവിടെ എത്താൻ. മനസ്സിലായോ? എനിക്കൊരു ക്ഷണം കിട്ടിയപ്പോൾ സുരേഷ് ബാബു പറഞ്ഞു, അച്ചായ റോയ് ചായ ഇവിടെ വരണം എന്ന് വരാം. 11-ാം തീയതി വരാമോ? ഞാൻ ഒക്കത്തില്ല. എന്നാൽ 4-ാം തീയതി വരാം. ഞാൻ വിശ്വാസം, കർത്താവേ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, കൃപയാൽ ഇപ്പോൾ ഞാൻ സുരേഷ് ബാബു ബ്രദറിന്റെ ആ സ്റ്റേജിൽ നിൽക്കട്ടെ. ആമേൻ. കണ്ണൂർ നോക്കി, ഞാൻ വയറ്റിലെ തന്നെ നിൽക്കുകയാണല്ലോ. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ?
മനസ്സിലായോ? എന്ന് വെച്ചാൽ വിശ്വാസം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങ് സ്വർഗത്തിലോട്ട് എടുക്കത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ നമ്മൾ മിക്കവാറും എല്ലാവരും വിശ്വാസത്തിൽ വരുന്നത് സത്യത്തിൽ സ്വർഗത്തിൽ പോകാനൊന്നുമല്ല മിക്കവാറും പേര് വരുന്നതൊന്നും. ഞാനും അങ്ങനെയൊന്നും സ്വർഗത്തിൽ പോകാനൊന്നും വന്നതല്ല കേട്ടോ വിശ്വാസത്തിൽ വന്നത്. ഞാൻ വിശ്വാസത്തിൽ വരുന്ന സമയത്ത് 1987 ഒക്ടോബർ മാസങ്ങളിൽ ഒരു 30 വർഷത്തിന് ബാക്ക് ഞാൻ രക്ഷിക്കപ്പെട്ടത്. എനിക്കന്ന് കുറേ മാനസികമായ പ്രയാസങ്ങളും അസമാധാനവും ഒന്ന് ചത്താ കൊള്ളാമെന്നുള്ള ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. വല്ല വണ്ടി ഇടിച്ചങ്ങ് ചത്തിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ഓർക്കുന്ന ഒരു കാലഘട്ടം. ഈ തിരുവനന്തപുരത്തുകാരനെ കൊടങ്ങാവളക്കാരൻ സ്വദേശിയായ പാസ്റ്റർ ലോറൻസ് ഞങ്ങളുടെ വീട്ടിൽ കയറി ഇറങ്ങാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ സ്റ്റൈലൊന്നും എനിക്ക് പിടിക്കത്തില്ല, ഒരുമാതിരി വല്ലാത്ത സ്റ്റൈലാണ്. പ്രൈസ് ഗോഡ്. എങ്കിലും അദ്ദേഹം പറയുന്ന കാര്യമൊന്നും ആദ്യം ശ്രദ്ധിക്കത്തില്ല. പക്ഷേ പിന്നീട് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ പറയുന്നത് ഏതാണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് പിടികിട്ടി. പിന്നീട് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അങ്ങനെ ശ്രദ്ധിച്ചു. ഞാൻ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് ഒറ്റ ഡിമാൻഡേ വെച്ചുള്ളൂ, എനിക്ക് സമാധാനം വേണം, എനിക്ക് ആത്മഹത്യ ചെയ്യണ്ട, എനിക്ക് സമാധാനം വേണം. നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ നിങ്ങൾ കല്ലെറിയും. രക്ഷിക്കപ്പെട്ട് ഒരു 2-3 മാസം വരെ സ്വർഗവും നരകവും ഉണ്ടെന്ന് വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. ലോറൻസ് പാസ്റ്റർ എന്നെയും കൊണ്ട് ഓരോ വീട്ടിൽ സുവിശേഷം പറയാൻ പോകും. പാസ്റ്റർ ചെയ്യുന്നതോട് പറയും, ഇങ്ങനെ അവരെയൊക്കെ ഞാൻ നോക്കി പറയും, സിസ്റ്ററെ ഇങ്ങനെയൊക്കെ പോയാൽ സ്വർഗത്ത് പോകത്തില്ല. ഞാൻ പറയും, യോ എന്തൊക്കെ ഈ പാസ്റ്റർ പറയുന്ന സ്വർഗവും അങ്ങനൊന്നും ഇല്ല. പ്രൈസ് ഗോഡ്. ഞാൻ പാസ്റ്റർ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ലജ്ജയാണ്. അയ്യേ ഈ പാസ്റ്റർ എന്തൊക്കെ സ്വർഗമുണ്ടോ? സ്വർഗവും നരകവും ഒന്നും ഇല്ല, അതൊക്കെ ഇവിടെ തന്നെയാണ്. ഹല്ലേലൂയ. പക്ഷേ ഞാൻ ദൈവകൃപയാൽ രക്ഷിക്കപ്പെട്ട് വന്ന ആ സമയം വരെ ബൈബിൾ വായിക്കുമായിരുന്നു. ഇതിനകത്ത് എന്തോ ഉള്ളതെന്ന് എനിക്ക് അറിയാനൊരു ആകാംക്ഷയായിരുന്നു. പ്രൈസ് ഗോഡ്. അങ്ങനെ ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ ബൈബിൾ സത്യമാണ്, അല്ലെങ്കിൽ ബൈബിളാണ് സത്യം എന്നൊരു ചിന്ത എന്നെ ഭരിച്ചിരുന്നു ചെറുപ്പം മുതലേ. അപ്പോൾ ഈ ബൈബിളിനകത്ത് എന്താണ്? കത്തോലിക്കാ സഭയിലായിരുന്നുകൊണ്ട് ബൈബിളൊന്നും എനിക്കറിയത്തില്ല, 7 കുദാശകളും അതും ഇതൊക്കെ എനിക്കറിയത്തുള്ളൂ. അപ്പോൾ ബൈബിൾ എന്താണെന്ന് അറിയാൻ ഒരു ആകാംക്ഷ കൊണ്ട് ഞാൻ ബൈബിൾ എന്താണെന്ന് വായിച്ചപ്പോൾ മനസ്സിലായി, there is a heaven. ഹല്ലേലൂയ. ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്. ദൈവം പിതാവും പുത്രനും പരിശുദ്ധമായ ഏക സത്യ ദൈവമുണ്ട്. സാത്താൻ ഒരു യാഥാർത്ഥ്യമാണ്, പിശാചുണ്ട്. എനിക്കിതെല്ലാം മനസ്സിലാകാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്. ഞാൻ ആയിരുന്ന അല്ലെങ്കിൽ ആ നാമധേയ ക്രൈസ്തവ സഭയിൽ ഞാൻ അവരെ പഠിപ്പിച്ചിരുന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോഴൊന്നും എനിക്ക് യാതൊരു പൈശാചിക പോരാട്ടവും ഫീൽ ചെയ്തില്ല. ഈ പൈശാചിക പോരാട്ടം എന്നുള്ള പദങ്ങൾ പോലും ഞാൻ കേട്ടിട്ടില്ല ഞാനായിരുന്ന പള്ളിയിൽ. പ്രൈസ് ഗോഡ്. എന്നാൽ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഞാൻ പ്രാർത്ഥിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ബൈബിൾ വായിക്കാൻ എടുക്കുമ്പോൾ ഉറക്കം വരുന്നു, കോട്ടുവായിടുന്നു. കത്തോലിക്ക പള്ളിയിൽ എല്ലാ ആഴ്ചയും പോകാൻ മടിയില്ലാത്ത എനിക്ക് പെന്തക്കോസ്ത് കൂട്ടായ്മയിലേക്ക് പോകാൻ എനിക്ക് ഒരു മടി വരുന്നു. എനിക്ക് മനസ്സിലായി അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ കാര്യമുണ്ട്. പ്രൈസ് ഗോഡ്. എല്ലാവരും എന്നെ വെറുക്കുന്നു. അവിടെ ഞാൻ ഓർത്തിട ഈ ഇച്ചിരി കള്ളും വെള്ളമൊക്കെ അടിക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ അടിച്ച് ഇങ്ങനെ സിനിമയും ഒക്കെ കണ്ട് കറങ്ങി അടിച്ച് കൂട്ടുകാരുടെ കൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നപ്പോൾ അവരൊക്കെ പറഞ്ഞ് ഞാൻ വീട്ടിലെ ഏറ്റവും നല്ല പയ്യനാണ് റോയി എന്ന. പ്രൈസ് ദി ലോർഡ്. ആ വീട്ടിലെ ഏറ്റവും ബെസ്റ്റ് പയ്യൻ റോയിയാണ്, ആ വീട്ടിലെ ഏറ്റവും ബെസ്റ്റ് പയ്യൻ എന്നാണ് പറയുന്നത് എല്ലാവരും. ഞാൻ ഈ കള്ളുകൂടിയും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് നിർത്തി. ഞാൻ ഓർത്തു എൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ എന്നെ അങ്ങ് ഭയങ്കര അഭിനന്ദിക്കും. ഓ റോയ് എന്തായാലും നന്നായല്ലോ. ശ്രദ്ധിക്കണം, ഒരു മനുഷ്യൻ പോലും എന്നെ അഭിനന്ദിച്ചില്ല. പ്രൈസ് ഗോഡ്. എൻ്റെ ഒരു കസിൻ സിസ്റ്റർ പറഞ്ഞു, എന്നാലും എൻ്റെ റോയി താൻ പോയല്ലോ ഇതിനകത്ത്, കഷ്ടമായി പോയി കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ വേറെ ആര് പോയാലും എനിക്ക് പ്രയാസമില്ല, പക്ഷെ താൻ പോയത്, ഓ മാതാവിൻ്റെ എന്തെല്ലാം പാട്ടാണ് താൻ പാടിയത്, എത്ര നൊവേനയ്ക്ക് താൻ പാടി, എന്തെല്ലാം കാര്യം താൻ ചെയ്ത, താനിത് കളഞ്ഞിട്ട് പോയല്ലോടോ. ഞാൻ പറഞ്ഞു സിസ്റ്റർ ഞാൻ എൻ്റെ കള്ളുകൂടി നിന്നില്ലേ? കള്ളുകൂടി നിന്നില്ലയോ? ഇതിനേക്കാൾ നല്ല കള്ളു കുടിക്കുന്നതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ പലപ്പോഴും ഞാൻ പലരും പറയാറുണ്ട്, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കയറാം, ഞാനൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാം. ഈ ലോകത്തിൽ ഒരുപാട് സഭകൾ നമുക്ക് കാണാം. കത്തോലിക്ക, യാക്കോബ, മാർത്തോമ, CSI, അതും ഇതും പിന്നെ എല്ലാ സഭകളുണ്ട്. എല്ലാം നല്ല സഭകളാണ്, എല്ലാ സഭകളും നല്ലതാണ്, ഒരു കുഴപ്പമില്ല. പ്രൈസ് ഗോഡ്. പക്ഷേ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, കത്തോലിക്ക സഭ നല്ല സഭയാണ്, ഓർത്തഡോക്സ് സഭ നല്ല സഭയാണ്, എല്ലാം നല്ല സഭകളാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, ഞാനൊരു കത്തോലിക്കനാണ് എന്ന് എവിടെയും ചെന്ന് ഏത് മതമാണ്? ക്രിസ്തീയ മതം. അതിനകത്ത് ഏതാ? കത്തോലിക്ക. ഓക്കെ.
നിങ്ങൾ കത്തോലിക്കനെന്ന് പറഞ്ഞാലോ യാക്കോബക്കാരെന്ന് പറഞ്ഞാലും മാർത്തോമ എന്ന് പറഞ്ഞാൽ വേറെ ഏത് പറഞ്ഞാലും ആരും നിങ്ങളെ എതിർക്കത്തില്ല. ഇപ്പം ഇതേതാ? അത് ഞങ്ങൾ പെന്തക്കോസ്ത്. ഓ മറ്റേ പരിപാടിയോ? ഓ എൻ്റെ പൊന്നെ, വേറെ ഏതിലേ പോയി ചേർന്ന് നിങ്ങൾ ഈ ക്രൈസ്തവ മതം തന്നെ വിട്ട് വേറൊരു മതം സ്വീകരിച്ചോ. എന്നാൽ ഇതിനകത്ത് പോലെയോ ഇതുപോലൊരു പ്രൈസ് ദ ലോർഡ്. ഞാൻ ശ്രദ്ധിച്ചേട്ടാ, ഇതെന്താ ആൾക്കാർക്ക് ഈ മറ്റ് യാതൊന്നിനോടും ഈ നമ്മൾ പെന്തിക്കോസ് അല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട കൂട്ടത്തിലാണ് പോകുന്നു പറയുമ്പം ഈ ആളുകൾക്ക് എന്താ എതിര്? ഈ ഇത്ര വെറുപ്പെന്താ ആൾക്കാർക്ക്? നമ്മൾ കള്ളു കുടിക്കുന്നില്ല, അല്ലെങ്കിൽ വേറെ നല്ല വൃത്തിയേടനെ പോകുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ പോകുന്നില്ല, നമ്മൾ ആരെയും അടിക്കാൻ പോകുന്നില്ല, പിടിക്കാൻ പോകുന്നില്ല. ഇതൊന്നും ചെയ്യാതിരിക്കുമ്പോഴും നമ്മളോട് ഇത്ര വെറുപ്പെന്താ? എനിക്കിത് മനസ്സിലായത് എന്താന്ന്. ഞാൻ ഒരു കർത്താവ് എനിക്കൊരു മറുപടി ഇതാ, എന്താ ഈ ആളുകൾ ഇങ്ങനെ വെറുക്കുന്നത്? എവിടെ ഞാൻ നിങ്ങളേതാ ഇതാ അയ്യോ. പിന്നെ നമ്മളോട് അടുക്കാനും മിണ്ടാനും ഒക്കെ അങ്ങ് മടി ആൾക്കാർക്ക്. റിലേറ്റീവ്സ് അകന്നു പോകുന്നു, ഫ്രണ്ട്സ് അകന്നു പോകുന്നു, പിന്നെ ഒരുമിച്ച് ജോലിയൊന്നും മിണ്ടുന്നില്ല. എല്ലാവരും നമ്മൾ എന്തുകൊണ്ട്, ഞാൻ കർത്താവേ വായി എന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ വെറുക്കുന്നത്? ഞാൻ കർത്താവ് ബൈബിളിലൂടെ എനിക്കൊരു മറുപടി ഇതാ. യേശു പറഞ്ഞു, ലോകം നിങ്ങൾ വെറുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എന്നെ അനുഗമിച്ചാൽ ലോകം നിങ്ങളെ വെറുക്കും. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട്, നിങ്ങളിപ്പോൾ ലോകക്കാരല്ലാത്തത് കൊണ്ട് ലോകം നിങ്ങളെ വെറുക്കും. കാരണം അത് മുൻപേ എന്നെ വെറുത്തു. നിങ്ങൾ എന്നെ സ്വീകരിച്ചതുകൊണ്ട് അത് നിങ്ങളെയും വെറുക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ മനസ്സിൽ ഓർക്കരുത്, അയ്യോ എന്താ ആർക്കോ ഉള്ള ദൂതായത്, അയ്യോ എന്താ കർത്താവേ ഞാനിപ്പം നല്ലതുപോലെ ജീവിക്കാൻ തുടങ്ങി, ഈ ബ്രദർ സുരേഷ് ബാബുവിൻ്റെ മീറ്റിങ്ങിനൊക്കെ വരാൻ കയ്യൊക്കെ അടിച്ച് പ്രാർത്ഥിച്ച് തോത്രാഴ്ചയൊക്കെ കൊടുത്ത് ദശാംശം എല്ലാം കൊടുത്ത് നല്ലതുപോലെ എല്ലാ ആഴ്ചയും പള്ളിയിലും വന്ന് പിന്നെ ഉപവാസ പ്രാർത്ഥനയ്ക്കും വന്ന് പിന്നെ എല്ലാം ചെയ്തൊക്കെ പോയിട്ടും ഞങ്ങളുടെ പിണക്കമുള്ള പല റിലേറ്റീവ്സിനോടും പോയി ഞാൻ നിരപ്പ് പ്രാപിച്ചു, അവരെയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങി, അവർക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാമായിട്ട് എന്നോട് എന്തുകൊണ്ടാണ് ഇവർ വെറുക്കുന്നത് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ലോകപ്രകാരമുള്ള ഏതെങ്കിലും ഒരു നാമധേയ ക്രൈസ്തവ കൂട്ടത്തിൽ നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ ലോകം നിങ്ങൾ വെറുക്കത്തില്ല. വെൻ യു ഫോളോ ജീസസ് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചന പ്രകാരം നിങ്ങൾ എപ്പോൾ യേശുവിനെ അനുഗമിക്കാൻ ആരംഭിക്കുന്നു, ആ നിമിഷം മുതൽ ലോകം നിങ്ങളെ വെറുക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വാക്യത്തിൽ വായിക്കുന്നത് എന്താണ്? ലോകത്തോട് അനുരൂപപ്പെടരുത്. ഡു നോട്ട് ബി ഫാഷൻഡ് ബൈ ദ വേൾഡ്. ഡു നോട്ട് ഫോളോ ദ പാറ്റേൺസ് ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിലെ പാറ്റേൺസ് നിങ്ങൾ ഫോളോ ചെയ്യരുത്. ഹല്ലേലൂയ. മനസ്സിലായോ? വൃത്തിയായിട്ട് നടക്കാം. ഞാൻ നല്ലൊരു പാൻറ് ഷർട്ടും ഒക്കെ ഇട്ടേക്കുന്നത്. ഹല്ലേലൂയ. ഇത് പാപമൊന്നുമല്ല, ഇത് വയറ്റല്ലാത്തതുകൊണ്ട് ഞാൻ നരകത്തിലൊന്നും പോകത്തൊന്നുമില്ല. ഹല്ലേലൂയ. ഞാൻ മീശ വെച്ചാലും മീശ വെച്ചില്ലെങ്കിലും ഞാൻ നരകത്തിൽ പോകത്തില്ല. മീശ അന്ന് പാസ്റ്ററിനെ കൊണ്ട് പഠിപ്പിച്ചു, പിന്നെ അതങ്ങ് പോട്ടെന്ന് വെച്ചു, വേണ്ടെന്ന് ഇനി എന്തായാലും വേണ്ട, പോട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വെള്ള ധരിച്ചാലും ഈ കളർ ധരിച്ചാലും ഞാൻ സ്വർഗത്തിൽ പോകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർണമെന്റ്സ് ധരിച്ചാലും ഓർണമെന്റ്സ് ഊരിയാലും ഞാൻ സ്വർഗത്തിൽ പോകും. That's what the word says. വചനം അതാ പറയുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വചനഭാഗത്തേക്ക് നമുക്ക് കയറാം. ഇന്നെൻ്റെ വിഷയം ഇതാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ വിഷയം ഇതാണ്. ഏതാണ് എൻ്റെ വിഷയം? കേട്ടില്ല. എൻ്റെ വിഷയം ശവവസ്ത്രം നീക്കിക്കളയുക. ശവവസ്ത്രം റിമൂവ് ദ ഗ്രേവ് ക്ലോത്ത് ഫ്രം യുവർ ലൈഫ്. നിൻ്റെ ജീവിതത്തിൽ നിന്ന് ആ ശവത്തിൻ്റെ വസ്ത്രം നീക്കി മാറ്റുക. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ ട്രാൻസ്ഫോർമേഷൻ കണക്ട് ചെയ്തൊരു കാര്യമാണ്. നമുക്ക് വാക്യം വായിക്കാം. വായിക്കാനുണ്ടെങ്കിൽ എടുത്ത് വായിക്കാം. യോഹന്നാൻ 11:43-44. ജോൺ ചാപ്റ്റർ 11 വേഴ്സ് 43 and 44. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയുമിരുന്നു. അവന്റെ കെട്ട് അഴിക്കുവീൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? ഓക്കെ. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറസ് കം ഫോർത്ത്. പ്രൈസ് ഗോഡ്. ലാസറേ പുറത്തു വരിക. മരിച്ചവൻ പുറത്തു വന്നു. എങ്ങനെ വന്നു? പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചിരിക്കണം. ഹല്ലേലൂയ. എങ്ങനെ ലാസർ പുറത്തു വന്നത്? കാലും കൈയും. ഹല്ലേലൂയ. ലാസറിൻ്റെ കൈയും കാലും എല്ലാം കെട്ടിവെച്ചിരിക്കുക, മുഖം റൂമാൽ കൊണ്ട് മൂടിയിരിക്കുക. എങ്ങനെ ലാസർ പുറത്തു വന്നത്? ഞാൻ കുറേ ചിന്തിച്ചു.
ഒരു പിടിയും കിട്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുറേ പുസ്തകങ്ങൾ പരതി നോക്കി, ആർക്കും വ്യക്തമായ ഒരു ചിത്രമില്ല. അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം എന്നൊക്കെ പറയുന്നതല്ലാതെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലാസർ പുറത്തു വന്നു. മുഖം മൂടിയ ലാസർ, കരങ്ങൾ കെട്ടപ്പെട്ട ലാസർ, ശവവസ്ത്രമണിഞ്ഞ ലാസർ, കാല് ബന്ധിക്കപ്പെട്ട ലാസർ, കരങ്ങൾ ബന്ധിക്കപ്പെട്ട ലാസർ, കാഴ്ച നഷ്ടപ്പെട്ട ലാസർ, കേൾവി നഷ്ടപ്പെട്ട ലാസർ, സംസാരിക്കാൻ കഴിയാത്ത ലാസർ. He came out of the tomb. അവൻ പുറത്തു വന്നു. ഞാൻ എൻ്റെ ഭാവനയിൽ ഞാനൊന്ന് നോക്കി എങ്ങനെയായിരിക്കുമെന്ന്. എങ്ങനെയായിരിക്കും വന്നത്? ഞാൻ എങ്ങനെ ചിന്തിച്ചു, എങ്ങനെയായിരിക്കും കർത്താവ് വന്നത്? ലാസർ എല്ലാം കെട്ടിവെച്ചേക്കല്ലേ. നിങ്ങൾ വീട്ടിൽ പോയിട്ട് കയ്യും കാലും എല്ലാം കെട്ടി മുഖത്തൊരു റൂമാൽ ഇട്ടോടെ നടന്നു നോക്ക്. അങ്ങനെയാണ് പറഞ്ഞത് പുറത്ത്. ഈ ശവം എല്ലാം കെട്ടുമ്പോഴേ ഒന്നുകിൽ ഈ ശവം ഇങ്ങനെ ഈ കയ്യെ ഇങ്ങനെ ബോഡിയോട് ഇങ്ങനെ ചേർത്ത് വെച്ച് കെട്ടും അങ്ങ്. അതല്ലെങ്കിൽ ഈ കയ്യ് ഇങ്ങനെ വെച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെ ആൾ കെട്ടപ്പെട്ട് കിടക്കുക. അപ്പം എൻ്റെ ഒരു ചിന്ത ഞാൻ ചിന്തിച്ചു, എങ്ങനെ ആയിരിക്കും എന്നാലും വന്നത്. അപ്പം ഞാൻ നോക്കി, യേശു വന്നു. നമുക്കറിയാം യേശു സുഖമില്ലാതെ കിടക്കുന്ന അറിഞ്ഞിട്ട് യേശു വന്നില്ല. യേശു അവിടെ തന്നെ ഇരുന്നു. പിന്നെ മരിച്ചെന്ന് യേശു പറഞ്ഞു, എന്നിട്ടും വന്നില്ല. യേശു അവിടെ തന്നെ ഇരുന്നു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമ്മുടെ ലാസർ സ്നേഹിതൻ ലാസർ മരിച്ചു എന്ന് പറഞ്ഞു, നമ്മളങ്ങോട്ട് പോകാൻ പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ തോമസ് കുറേ കാര്യമൊക്കെ പറയുന്നുണ്ട്, പോട്ടെ, അതൊക്കെ നമ്മുടെ വിഷയത്തിൽ ഇപ്പോൾ ഇല്ല. പ്രൈസ് ഗോഡ്. ഇവരെല്ലാം അവിടെ വന്നു. അവിടെ വന്നപ്പോൾ മരിച്ചിട്ട് ബോഡി കല്ലറയ്ക്കകത്ത് വെച്ചിട്ട് 4 ദിവസമായി. നമുക്ക് ആ സംഭവമൊക്കെ അറിയാം, സൺഡേ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളാണ്. യേശു അവിടെ വന്നു. ആ സംഭവമൊക്കെ നമുക്കറിയാം. ഉടനെ മാർത്ത ഓടിച്ചെന്നു. മാർത്ത കുറേ പ്രസംഗമൊക്കെ കൂടെ നടത്തുന്നുണ്ട്. കർത്താവേ, നീ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു, ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് ചോദിച്ചാലും ലഭിക്കുമെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാർ പഠിച്ച കുറേ തിയോളജിയും ഫിലോസഫിയും എല്ലാം അവിടെ പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് യേശു വന്നിടത്ത് തന്നെ നിന്നു. യേശു ഇവിടെ നിന്നെങ്കിൽ യേശു അവിടെ തന്നെ നിൽക്കുക. ഇതെല്ലാം കേട്ടുകൊണ്ട് യേശുക്ക് ഓക്കെ പറ, പിന്നെ വേറെ എസ്കറ്റോളജി, അവളെല്ലാ ഓളജിയും പറഞ്ഞു. എല്ലാ ഓളജിയും പറഞ്ഞിട്ട് യേശു എന്ത് ചെയ്ത? യേശു ചലിച്ചില്ല അവിടെ നിന്ന്. യേശു അവിടെ തന്നെ നിന്നു. ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് ചലിപ്പിക്കുവാൻ മാർത്തയ്ക്ക് കഴിഞ്ഞില്ല. പ്രൈസ് ഗോഡ്. മാർത്തയ്ക്ക് മനസ്സിലായി, ഞാൻ വലിയ ചളുവാടിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇങ്ങനെ വരുത്തൊന്നുമില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മാർത്ത രഹസ്യമായിട്ട് ചെന്നിട്ട് മറിയത്തോട് പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. വിളിച്ചായിരുന്നോ? വിളിച്ചൊന്നും അവിടെ കാണുന്നില്ല. പുള്ളിക്കാരി എങ്ങനെ നടക്കുന്നേ വല്ലതും നടന്നോട്ടെന്ന് വിചാരിച്ചിട്ടാണ് പോയി പറഞ്ഞത്. നിന്നെ വിളിക്കുന്നു പറഞ്ഞു. മറിയ അവിടെ ചെന്നു. മറിയം പ്രാർത്ഥിച്ച പ്രാർത്ഥന, അതേ പ്രാർത്ഥന, ഒരു വാക്കും വ്യത്യാസമില്ല. എന്താ പ്രാർത്ഥിച്ചത്? കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. പക്ഷേ മറിയയ്ക്ക് ഒരു വ്യത്യാസം എന്താ അറിയോ? മറി യേശുവിൻ്റെ കാലിലോട്ട് അങ്ങ് വീണു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ വാചകങ്ങളല്ല ദൈവം പ്രാർത്ഥന കേൾക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇപ്പം ഞാനിപ്പം പാസ്റ്റാ, 25 വർഷം പാസ്റ്റാ. എനിക്കിപ്പം ഒരു മരണ വീട്ടിൽ പോയാൽ എന്ത് പ്രാർത്ഥിക്കണം, ഒരു കല്യാണ വീട്ടിൽ പോയാൽ എന്ത് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഒരു ഉപവാസ പ്രാർത്ഥന എന്ത് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ വീട്ടു പ്രാർത്ഥന എന്ത് പ്രാർത്ഥിക്കണം, ചൈൽഡ് ഡെഡിക്കേഷൻ എന്ത് പ്രാർത്ഥന, ഇതൊക്കെ എനിക്കിപ്പോൾ നല്ലോണം അറിയാം. എനിക്ക് എൻ്റെ വാക്കുകളും ഭംഗിയായിട്ടൊക്കെ പ്രസൻറ്റാക്കി എനിക്കറിയാം. പക്ഷേ പണ്ടിതൊന്നും അറിയത്തില്ല. ആദ്യമായിട്ട് പ്രാർത്ഥന ഞാൻ ഓർക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട ആ സമയത്ത് ഈ ലിവിൻസൺ സാർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ചർച്ചിലെ ഒരു സെക്രട്ടറി ഉണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണ്, നന്ദൻകോടുകാരനാണ് അദ്ദേഹം ഞങ്ങളുടെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ഞാനുമായിട്ട് റോജർ ഹോസ്മാരുടെ മീറ്റിങ്ങിന് വന്നു, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ. വന്നപ്പം നന്ദൻകോട്ടുള്ള അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ വീട്ടിലാണ് താമസിച്ചത്. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടേ ഉള്ളേ, ഒരാഴ്ച കൊണ്ടായതേ ഉള്ളൂ. എനിക്ക് നന്മറിഞ്ഞ മറിയവും സ്വർഗ്ഗസഞ്ജയുടെ പിതാവിനും പുത്രൻ ഇതുമല്ലാതെ വേറെ ഒന്നും എനിക്കറിയത്തില്ല. വിശ്വാസ പ്രമാണവും കുമ്പസാരത്തിനുള്ള ജപമൊക്കെ എനിക്കറിയാം. ഇതൊന്നും എനിക്കറിയത്തില്ല. ഈ പെന്തക്കോസ് പ്രാർത്ഥന ഒന്നും എനിക്കറിയത്തില്ല. ഞങ്ങളവിടെ വന്നു. രാത്രി ലീവ് സാർ ഭയങ്കര സ്ട്രിക്റ്റാണ്, അത് ബ്രദർ സുരേഷ് ബാബുവിന് അറിയാം. റോയ് നമുക്ക് പ്രാർത്ഥിക്കാം. പുള്ളിയൊരു പാട്ടൊക്കെ പാടി, ഞാനും എൻ്റെ കൂടെ മുക്കി മുളിയൊക്കെ പാടി. എനിക്ക് പാട്ടൊന്നും അറിയത്തില്ല. പ്രാരംഭമായി റോയ് പ്രാർത്ഥിക്കേ. പ്രാരംഭമായി എനിക്കിതൊക്കെ അറിയാവോ, പ്രാരംഭമായി എന്നൊക്കെ പറഞ്ഞു. റോയ് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു, സാറേ അറിയത്തില്ലയോ, പ്രാർത്ഥിക്കേ. ഞാൻ പേടിച്ചു പോയി. ഞാൻ ഏതാണ്ടൊക്കെ പ്രാർത്ഥിച്ചു, എന്തുവാന്ന് എനിക്കിന്നും അറിയത്തില്ല. എന്നാലും ആ പേടിച്ച് തുടങ്ങിയ പ്രാർത്ഥന ഇന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവദാസന്മാർ ഒന്ന് കറക്റ്റ് ചെയ്താൽ, ഒന്ന് വഴക്ക് പറഞ്ഞാൽ, എന്നെ വെർബൽ അബ്യൂസ് ചെയ്തു, എന്നെ ഒഫൻഡ് ചെയ്തു, 347 അനുസരിച്ച് ഞാൻ കേസ് കൊടുക്കുന്നൊന്നും ആരും പറയല്ലേ. അതൊക്കെ ബൈബിൾ പറയുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനും ശാസിക്കാനും ഒക്കെ ഞങ്ങൾക്ക് അധികാരം ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾ സമയത്ത് താമസിച്ച് വന്നു, 10 മണിക്ക് വന്ന് 10:30 വന്നു. ഞങ്ങൾ പിന്നെ അയ്യോ 10:30 എത്തിയല്ലോ സിസ്റ്റേ, സ്തോത്രമല്ലല്ലോ, അങ്ങനെ പറയണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ദശാംശം കൊടുക്കാത്ത സൗദിയെ കണ്ടിട്ട് അയ്യോ ദശാംശം ഒന്നും കൊടുക്കുന്നില്ല, ദൈവം അനുഗ്രഹിക്കട്ടെ ബ്രദറെ സിസ്റ്റർ എന്ന് പറയണോ? അല്ല. ഉപവാസ പ്രാർത്ഥന മുടക്കുന്ന ആളിനോട് എന്തോ പറയണം? പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ശാസിക്കും, ഞങ്ങൾ റിബ്യൂക്ക് ചെയ്യും, ഞങ്ങൾ കർക്കശമായിട്ട് പറയും. അതെന്തുകൊണ്ടാണ്? നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ആര് പറയും ഇത്? നിങ്ങൾ താമസിച്ച് വന്നാൽ ഇനി താമസിച്ച് വരില്ല, സമയത്ത് വരണമെന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ആര് പറയും നിങ്ങളോട്? ആരും പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറിയ വന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ മറിയയുടെ പ്രാർത്ഥന ഒരു വ്യത്യാസമുണ്ട്. വാക്കുകളിലല്ല, യേശുവിൻ്റെ പാദാന്തിയെ അവൾ വീണു, അവൾ നിലവിളിച്ചു. അവിടെ നമ്മൾ വായിക്കുന്ന യേശു ഉള്ളം നൊന്ത് കലങ്ങി, യേശു കണ്ണുനീർ വാർത്തു. എല്ലാ പിള്ളേരും ആദ്യം പഠിക്കുന്ന വാക്കല്ലേ, യേശു കണ്ണീർ വാർത്തു, യേശു കണ്ണീർ വാർത്തു, യേശു കണ്ണീർ വാർത്തു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ അടുത്ത സമയത്തൊരു ചർച്ചിലെ ഒരു വെളിയിലുള്ളൊരു ചർച്ചിൽ പോയപ്പം അവിടെ ആകെ 2 മണിക്കൂറാണ്, ദുബായിലുള്ളൊരു ചർച്ചിൽ 2 മണിക്കൂറാണ് അവർക്ക് കിട്ടുന്നത്. അതിനകത്ത് 40 മിനിറ്റും ഈ കണ്ണുനീർ വാർത്തു, കണ്ണുനീർ വാർത്തു, കണ്ണുനീർ വാർത്തു. കൊച്ചു പിള്ളേരെല്ലാം നിരത്തിക്കുക. ഇനി അക്സ പറ, യേശു കണ്ണുനീർ വാർത്തു. ഇനി ഫേബ പറ, യേശു കണ്ണുനീർ വാർത്തു. 40 മിനിറ്റ് യേശു കണ്ണുനീർ വാർത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. യേശു കണ്ണുനീർ വാർത്തു. യേശു ഉള്ളം നൊന്ത് കലങ്ങി. യേശു ചോദിച്ചു അവൻ എവിടെയാണ് വെച്ചത്? ആ വിഷയത്തിൻ്റെ അകത്തേക്ക് യേശുവിനെ കൊണ്ടുവരുവാൻ മാർത്തയ്ക്ക് കഴിഞ്ഞില്ല, മറിയത്തിന് കഴിഞ്ഞു. പ്രൈസ് ഗോഡ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നീ ഭാരപ്പെടുന്ന വിഷയത്തിനകത്തേക്ക് യേശുവിനെ കൊണ്ടുവരുവാൻ ആ വിഷയം വരുമ്പോൾ ഓടിച്ചെന്നാൽ പോരാ. എന്ത് ചെയ്യണം? അവൻ്റെ പാദത്തിൽ നല്ല ഓഹരി തിരഞ്ഞെടുക്കുന്ന ഒരു സ്വഭാവ വിശേഷത നിനക്കുണ്ടാകണം. രാത്രിയാമങ്ങളിൽ പ്രഭാതങ്ങളിലും സമയം കിട്ടുമ്പോഴൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും ഉപവസിക്കുവാനും നീ സമയമെടുക്കുമെങ്കിൽ നിനക്കൊരാവശ്യം വരുമ്പോൾ വലിയ പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിക്കേണ്ട. ഹല്ലേലൂയ. നമുക്കറിയാം നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നെഹമ്യാവ് 5 മാസമാണ് പ്രാർത്ഥിച്ചത്. മതിൽ തകർന്ന് കിടക്കുന്ന കേട്ടപ്പോൾ 5 months 5 മാസം പ്രാർത്ഥിച്ചു. എന്തിനാ പ്രാർത്ഥിച്ചത്? മതിൽ പണിയാനല്ല പ്രാർത്ഥിച്ചത്. താൻ കർത്താവേ, ഞാൻ ഒരു പാനപാത്ര വാഹകനാണ്, എനിക്ക് ഒരു ദിവസം പോലും ലീവ് കിട്ടാൻ ചാൻസ് ഇല്ല മാനുഷികമായിട്ട്. ഇവിടെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ലീവ് കിട്ടാത്തവരാണ്. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ലീവ് തരും. ഹല്ലേലൂയ, ആമേൻ. 5 മാസം പ്രാർത്ഥിച്ചു. എന്തിനാണെന്നറിയാവോ? യഹൂദയിൽ പോയി ഈ സിറ്റിയുടെ വാള് അല്ലെങ്കിൽ ഈ യെരുശലേമിനെ മതിൽ കെട്ടുവാനുള്ള സാങ്ഷൻ, ലീവ് രാജാവ് കൊടുക്കണം. പ്രൈസ് ഗോഡ്. അങ്ങനെ 5 മാസം പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം രാജാവ് ചോദിച്ചു, നിൻ്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ രാജ്ഞി സപ്പോർട്ട് ചെയ്തു. അതെ അച്ചായ, എനിക്കും തോന്നി അച്ചായ, നെഹമ്യാവ് ബ്രദറിൻ്റെ മുഖം വല്ലാതിരിക്കുന്നു, എന്താണെന്നോ ഇന്നെന്താ അങ്ങനെ? ഉടനെ അവിടെ പറയുന്നുണ്ട്, ഉടൻ തന്നെ സ്വർഗ്ഗത്തെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കണേ, എന്തായിരിക്കും നെഹമ്യാ പ്രാർത്ഥിച്ചത്? വലിയൊരു പ്രാർത്ഥനയാണോ? ചിലർ ആഹാരം കഴിക്കാൻ വേണ്ടി അവിടെ സഭായോഗം നടത്തുന്ന പോലെ? മനസ്സിലായില്ല. ആഹാരത്തിന് പ്രാർത്ഥിക്കാൻ ചിലർ അവർ സഭായോഗം നടത്തും. ഈ അരി കിളിർത്തതും നെല്ല് വന്നതും അതുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്കും ഞാനാണേ കഴിച്ചു തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചെറിയൊരു പ്രാർത്ഥന. എന്താ പ്രാർത്ഥിച്ചത്? അവൻ എന്തോ പ്രാർത്ഥിച്ചു. സ്വർഗ്ഗത്തെ ദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പിതാക്കന്മാരുടെ കല്ലറ തകർന്ന് കിടക്കുന്ന ആ സ്ഥലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കെങ്ങനെ സന്തോഷിപ്പാൻ കഴിയും? ഉടനെ ചോദിക്കുക, നിനക്ക് എത്ര ദിവസം ലീവ് വേണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കൂ, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം വരുമ്പോൾ, അവൻ മോളുടെ അഡ്മിഷൻ വരുമ്പോൾ, മോളുടെ കല്യാണം നടക്കാതിരിക്കുമ്പോൾ, മകന് കുഞ്ഞ് ജനിക്കാതിരിക്കുമ്പോൾ, മോൻ്റെ അമേരിക്കയിലേക്കുള്ള വിസ ശരിയാകാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൻ്റെ പണി കംപ്ലീറ്റ് ആകാതിരിക്കുമ്പോൾ അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നിനക്കൊരു വിഷയമില്ലാതിരിക്കുമ്പോഴും ഒരു പ്രയാസമില്ലാതിരിക്കുമ്പോഴും പ്രാർത്ഥന ഒരു സ്വഭാവ ജീവിത ശൈലിയാക്കി മാറ്റണം. ഡാനിയലിനെ പോലെ എന്ത് കൽപ്പന വന്നാലും ദിനം പ്രതി 3 പ്രാവശ്യം പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു ഡാനിയൽ. യേശു പ്രാർത്ഥിച്ചു, പൗലോസ് പ്രാർത്ഥിച്ചു, പത്രോസ് പ്രാർത്ഥിച്ചു, ആദിമസഭ പ്രാർത്ഥിച്ചു. പ്രശ്നം വരുമ്പോഴല്ല പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നീണ്ട പ്രാർത്ഥനയും 3 ദിവസം ഉപവാസ പ്രാർത്ഥനയും ഒന്നും വേണ്ട. ചുമ്മാ പറഞ്ഞു, കർത്താവേ യേശു എന്നത്തെ ആ കാര്യം ശരിയാവട്ടെ, കാര്യം റെഡിയാവും. ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. മറിയ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു ആ വിഷയത്തിലേക്ക് വന്നു. നമുക്കറിയാം യേശു വിഷയത്തിലേക്ക് വന്നു. യേശു പറഞ്ഞെന്താ? കല്ല് മാറ്റാൻ പറഞ്ഞു. നമുക്കതൊക്കെ അറിയാം. കല്ല് മാറ്റി
അതിൻ്റെ കാര്യം ഒക്കെ നമ്മൾ ഒത്തിരി കേട്ടില്ല. കല്ലെന്തുവാന്നൊക്കെ. കല്ല് മാറ്റി പോട്ടെ, അതെല്ലാം പോട്ടെ, കല്ല് മാറ്റി. അവിടെ ശ്രദ്ധിക്കൂ, കല്ല് മാറ്റുമ്പോൾ ന്യായമായിട്ടും എല്ലാ മനുഷ്യരും ആ ഡെഡ് ബോഡിയുടെ അവസ്ഥ എന്താണെന്ന് അതിനകത്തേക്ക് മൂക്കുപത്തി നോക്കാൻ ശ്രമിക്കുമ്പോൾ നാം അവിടെ വായിക്കുന്നു, യേശു സ്വർഗത്തിലേക്ക് നോക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കൾ മനസ്സിലാക്കുക, അവൻ അതിനകത്ത് ചീഞ്ഞിരിക്കുന്ന അളിഞ്ഞിരിക്കുന്ന 4 ദിവസം കൊണ്ട് നാറ്റം വെച്ച അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ആ പ്രശ്നത്തിലേക്ക് യേശു നോക്കിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഒരു പക്ഷേ ഈ ശാരീരികമായിട്ട് ഒത്തിരി നോക്കുന്നവരാണ്, ഞാനിവിടെ വരത്തില്ല. ഈ രാവിലെ എനിക്ക് തലവെക്കാം, അത്ര തലവേന. വണ്ടിക്കകത്ത് കയറി ഞാൻ പെടയി വേണം, തലവേനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ഇല്ലാത്ത പോലെ എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് പോരാട്ടം തന്നെയാണെന്നത്. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ഗോഡ്. ഞാൻ ആ തലവേദനയിലേക്ക് നോക്കിയിരുന്നാൽ ഞാൻ വിളിച്ചു പറയും, സുരേഷ് ബാബു ബ്രദറെ എന്തെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനൊക്കുമോ, എനിക്ക് തീരെ വയ്യ കേട്ടോ എന്ന് വിളിച്ചു പറയേണ്ട അത്രയും തലവേദന എനിക്ക് രാവിലെ ഉണ്ടായിരുന്നു. ഇപ്പോഴും പൂർണ്ണമായിട്ട് എനിക്ക് മാറിയിട്ടില്ലത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ആ പ്രശ്നത്തിനകത്തേക്ക് യേശു നോക്കിയില്ല. നമ്മുടെ വായിക്കുന്നു, യേശു സ്വർഗത്തിലേക്ക് നോക്കി. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല, അനുവദിക്കത്തതുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു സ്വർഗത്തിൽ നോക്കി പ്രാർത്ഥിച്ചു. ഒരു പ്രാർത്ഥന അതവിടെ ഉണ്ട്. പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, യേശു ലാസറസ് കം ഫോർത്ത്, ലാസറേ പുറത്തു വരിക. അവിടെ മുതൽ നമ്മുടെ വിഷയം തുടങ്ങുന്നത്. ഇനി ഒന്ന് വായിച്ച് ജോയ് പാസ്റ്ററെ ആ ഭാഗം. മരിച്ചവൻ പുറത്തു വന്നു. 43, 44. മരിച്ചവൻ പുറത്തു വന്നു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടി. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയിരുന്നു. കണ്ടോ? അതിന് അടുത്തത്, അവന്റെ കെട്ടഴിപ്പിൻ. അവൻ പോകട്ടെ എന്ന് യേശു പറഞ്ഞു. എടാ, കെട്ടി വെച്ചിട്ട് കയ്യും കാലും കെട്ടി വെച്ചേക്കുന്നവൻ, മുഹമ്മദ് മൂടി വെച്ചേക്കുന്നവൻ. യഹൂദന്മാരുടെ ഈ ശവവസ്ത്രം എന്ന് പറഞ്ഞാൽ ബോഡി മൊത്തം ചുറ്റും അവർ ഒരു പ്രത്യേക തുണി വെച്ച് ചുറ്റി എന്തോ ഒക്കെ ഇട്ട് ഒട്ടിച്ച് അതെല്ലാം കൂടെ ഒരുമാതിരി മെഴുകുതിരി പോലെ ആക്കി വെക്കും അത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ അത് വരുന്നത്. അപ്പോൾ എൻ്റെ ചിന്തയിൽ ഞാൻ അങ്ങ് ഭാവനയെ നോക്കി, എങ്ങനെയായിരിക്കും പുള്ളി പുറത്ത് വന്നത്? പുള്ളി ഇങ്ങനെ ആയിരിക്കും വന്നത്. കെട്ടി വെച്ചേക്കില്ലേ മൊത്തം? പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക, ആ കെട്ടി വെച്ചിരുന്നത് അല്ലെങ്കിൽ പുറത്ത് വന്നത് നമുക്ക് എന്തിനെ കാണിക്കുന്നു? യോഹന്നാൻ 5:24, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് വന്നിരിക്കുന്നു. ശ്രദ്ധിക്കണേ, ഇനി ശ്രദ്ധിച്ച് കേൾക്കണമല്ലോ നിങ്ങൾ എന്നെ. ഈ മരിച്ച ലാസർ, 4 ദിവസം ചീഞ്ഞുപോയ ലാസർ, ആ മരണത്തിൽ പുറത്തു വന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു അവർ സാൽവേഷൻ. അത് നമ്മുടെ രക്ഷയെ കാണിക്കുക. എന്താ? മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നമ്മൾ വന്നു. പ്രൈസ് ഗോഡ്. എൻ്റെ കൂടെ വരണം. നിങ്ങളുടെ കുറേ കാര്യങ്ങൾ എന്ന് പറയാൻ പോവുക. പ്രൈസ് ഗോഡ്. ഊരിക്കളയേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നു. നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യും. അതിനകത്ത് പ്രാക്ടിക്കൽ ഉണ്ട് അതിനകത്ത്. ഇനി 1 യോഹന്നാൻ 3 അതിൻ്റെ 13, 14, സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. അപ്പോൾ ഈ 2 ഭാഗത്തും പറയുന്നത് നമ്മൾ മരണത്തിൽ നിന്നും ജീവനിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. അപ്പോൾ മരിച്ച ലാസർ യേശുവിൻ്റെ വാക്കിനാൽ എന്ത് ചെയ്തു? മരണത്തിൽ നിന്ന് നിത്യ ജീവനിലേക്ക് ലാസർ വന്നു. ഇവിടെ ജീവനിലേക്കാണ് വന്നത്. നിത്യജീവനല്ല, ജീവൻ. മരിച്ച ബോഡിയിലേക്ക് ജീവൻ വന്നു. നിത്യജീവനല്ലത്, ജീവനിലേക്ക് വന്നു. പ്രൈസ് ഗോഡ്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാവോ? ഇനി ആ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. ഇനി അങ്ങോട്ട് ഇങ്ങനെ പോകുന്ന നോക്കല്ല്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനി ആ പ്രശ്നം, ഈ പുള്ളി രക്ഷിക്കപ്പെട്ടു അല്ലേ? പാപത്തിൽ മരിച്ചു കിടക്കുമായിരുന്നു. പുള്ളി ഇപ്പം എന്ത് ചെയ്തു?
യേശുവിൻ്റെ വാക്കിനാൽ, യേശുവിൻ്റെ വചനത്താൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന ദൈവവചനത്താലും യേശുവിനെ ഹൃദയം കൊണ്ട് കർത്താവെന്ന് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുന്നുള്ള ദൈവവചനത്താൽ അവരിപ്പോൾ എന്ത് ചെയ്തു? അവരിപ്പോൾ മരണത്തെ വിട്ട് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താ? മരണം വിട്ട് ജീവനിലേക്ക് വന്നെങ്കിലും പ്രശ്നം എന്തുവാ? നടക്കാൻ വയ്യ. പ്രൈസ് ഗോഡ്. കാലിലൊരു ബന്ധനം, കൈയടിക്കാൻ വയ്യ, കയ്യിലൊരു ബന്ധനം, കൈ ഉയർത്താൻ വയ്യ, കയ്യിലൊരു ബന്ധനം, സ്തോത്രം ചെയ്യാൻ വയ്യ, മുഖത്തൊരു റൂമാല്, ദർശനമില്ല, കണ്ണ് കാണാൻ വയ്യ. എടാ ഞാനിപ്പം ഇതങ്ങോട്ട് എടുത്തിട്ടും ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ വെച്ചാൽ എനിക്ക് വല്ലതും കാണാമോ? എനിക്ക് വല്ലതും കാണാമോ? വല്ലതും കാണാമോ? എനിക്ക് ഒന്നും കാണത്തില്ല എനിക്ക്. പ്രൈസ് ദി ലോർഡ്. എന്താ? റൂമാൽ. ഇത് കർച്ചീഫാ. ഇതിൻ്റെ ഇടയിൽ കൂടെ ചെറുതായിട്ടെങ്കിലും എനിക്ക് കാണാം, എന്നിട്ടും കാണാൻ പറ്റുന്നില്ല. മറ്റേന്ന് വെച്ചാൽ നല്ല അടിപൊളി സാധനം വെച്ചാൽ ഉപയോഗിക്കുന്നത്. പ്രൈസ് ഗോഡ്. കാഴ്ചയില്ല, കേൾക്കാൻ കഴിയുന്ന ചെവിയെല്ലാം, ചെവിക്കകത്ത് പഞ്ഞി ഒക്കെ കയറ്റി വെച്ചേക്കുക, മൂക്കിനകത്തും ചെവിയിലെല്ലാം പഞ്ഞി വയ്ക്കും. പണ്ടൊരിക്കലും ഞങ്ങളുടെ കൂടെ നേഹ എന്ന് പറഞ്ഞൊരു മോളുണ്ടായിരുന്നു, എൻ്റെ ഒരു നീസിൻ്റെ മോളാണ്. അപ്പം ഞങ്ങൾ ഒരിക്കലും പത്തനാപുരത്ത് എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ പോയി. അവിടെയൊക്കെ ഈ ജോയി പാസിനൊക്കെ അറിയാം, ഈ റബ്ബർ ചെടി ഉള്ളിടത്ത് ഒരു ചെള്ളുണ്ട്. അറിയാമോ നിങ്ങൾക്ക്? അത് റബ്ബർ നടത്തുന്ന ഒരു ചെള്ളുണ്ട്. അപ്പോൾ ഈ ചെള്ള് ഞങ്ങൾ ചെന്നപ്പോൾ ഈ വീട് മൊത്തം ചെള്ളാണ്. അപ്പോൾ പറഞ്ഞു, യോ പിന്നെ ചെവിക്കകത്ത് പഞ്ഞി വെച്ച് കിടക്കണല്ലേ, ചെവിക്കകത്തൂടെ കയറിപ്പോകുമെന്നൊക്കെ പറയും. പിന്നെ അവർക്ക് ഒത്തിരി കാതലുണ്ട്, ചെവിക്കത്തൂടെ കയറിപ്പോയി തലയിൽ പോയി മുട്ടയിടും, അത് വളർന്ന് വലിയ കുഞ്ഞുങ്ങളായിട്ടൊക്കെ തലയ്ക്കകത്ത് വസിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ കുറേ കഥ പറയുന്നുണ്ട്. അതൊക്കെ കള്ളവാണ്. എനിവേ സാധനം കയറിപ്പോവും. അപ്പോൾ ചെവിക്കകത്ത് വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇത് കണ്ട് ഈ നേഹ എന്ന് പറയുന്ന പെങ്കൊച്ച്, അവൾ പഞ്ചാബി പെണ്ണാണ്, എൻ്റെ കസിൻ്റെ മോള, അപ്പൻ പഞ്ചാബിയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, യോ മാമ കൈസേ സോയക. ഓ എങ്ങനെ ഉറങ്ങുന്നത്? ഞങ്ങൾ കോയി ബാത്തിനായി ബേട്ടാ. ഓ പഞ്ഞിയാനാ. ഓ ഇതർ റെക്കോ, രണ്ടു വെക്കാൻ പറഞ്ഞ്. ആ കോട്ടൺ ഇതർ റെക്കോ ദോനോം എന്തോ ചെവി ഞാൻ മറന്നുപോയി, അതിനകത്ത് വെക്കാൻ പറഞ്ഞു. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, മാമ മൂക്കിലും വെക്കണോ? ഞാൻ പറഞ്ഞു അത് വേണ്ടാത്ത അവസാനം അവർ വെച്ചോളും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു മൂക്കിലൊന്നും വെക്കേണ്ട, മൂക്കിൽ അവസാനം അവർ വെച്ചോളും, ഇപ്പം നമ്മൾ വെക്കേണ്ട, അത് പിന്നെ വെച്ചോളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കേ, അവന് സെൻസ് ചെയ്യാൻ ഒക്കുന്നില്ല. അവൻ്റെ മൂക്ക് ബന്ധിക്കപ്പെട്ടതാ. ഹി കനോട്ട് സെൻസ് എനിത്തിങ്. സുഗന്ധവും ദുർഗന്ധവും തിരിച്ചറിയാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കരം കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇറ്റ്സ് ബൗണ്ട്, കെട്ടപ്പെട്ടതാണ്. നടക്കാൻ കഴിയുന്നത്, പ്രോപ്പറായി നടക്കാൻ കഴിയുന്നത്, നടക്കുന്നുണ്ട് ചെറുതായിട്ട്, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ പ്രോപ്പറായി നടക്കാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. തുള്ളിച്ചാടാൻ കഴിയുന്നില്ല. സുവിശേഷ വേലയ്ക്ക് പോകാൻ കഴിയുന്നില്ല. സുവിശേഷം പറയാൻ നാവ് കൊണ്ട് കഴിയുന്നില്ല, ബന്ധിക്കപ്പെട്ടു. ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല, ചെവി കെട്ടപ്പെട്ടു. സ്തോത്രം ചെയ്യാൻ കഴിയുന്നില്ല, നാവ് ബന്ധിക്കപ്പെട്ടു, അധരങ്ങൾ അടയ്ക്കപ്പെട്ടു പോയി. ചിന്തിപ്പാൻ കഴിയുന്നില്ല, ചിന്താമണ്ഡലം ബന്ധിക്കപ്പെട്ടു. പക്ഷേ ഇയാൾ ആരാള്? ഇയാളുടെ പേരെന്തുവാ? രക്ഷിക്കപ്പെട്ട വിശ്വാസി. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ട വിശ്വാസി. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ, ഇന്ന് പകൽക്കാലം നീ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സത്യമാണ്. പക്ഷേ റോമാലേഖനം 6-ാമത്തെ അധ്യായം 3 മുതൽ വായിക്കുമ്പോൾ ഇവിടെ പറയുന്നത്, ക്രിസ്തുവിൻ്റെ മരണത്തോട് ചേരുവാൻ സ്നാനമേറ്റ നിങ്ങൾ എന്താ അവൻ്റെ മരണത്തോട് പങ്കാളിയായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അവൻ്റെ മരണത്തോട് പങ്കാളിത്തം നിങ്ങൾ അവൻ്റെ എന്ത് ചെയ്തു? അടക്കത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും നിങ്ങൾ അനുരൂപപ്പെട്ടു. എന്തിനാണ് അനുരൂപപ്പെട്ടത്? ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണം. ടു വാക്ക് ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ വെള്ളത്തിൽ മുങ്ങി പൊങ്ങി വരുന്ന ഞാൻ 1987 ഒക്ടോബർ മാസം 25-ാം തീയതി വരെ ജീവിച്ച റോയി അല്ല. 26-ാം തീയതി കഴിഞ്ഞ് ഞാൻ വെള്ളത്തിൽ മുങ്ങി ഇറങ്ങി വരുമ്പോൾ ഐ എം എ ന്യൂ പേഴ്സൺ, ഐ എം എ ന്യൂ മാൻ ഇൻ ജീസസ് ടു വാക്ക് ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്. ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേതിന് വേണ്ടി ഒരു പുതിയ മനുഷ്യനായി ഞാൻ ഐ ഹാവ് ടു വാക്ക്. ഞാൻ നടക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ ഓരോ കാലം പിടിച്ചു എന്നെ വെച്ച് ചേർത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ ചിന്ത രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് ഞാൻ ദൈവാത്മാവ് വന്നിട്ട് ഓരോ കാലം ഇങ്ങനെ പിടിച്ചു വെച്ച് തരുമെന്ന. ഹല്ലേലൂയ. 1 വയസ്സുള്ളൊരു കുഞ്ഞിനെ, എഴയുന്ന കുഞ്ഞിനെ ഒരു പക്ഷേ 2 കയ്യാലും ഇങ്ങനെ പിടിച്ചിട്ട് നടക്കുമോനെ നടക്കുമോനെ നടക്കുമോനെ
അമ്മമാരും അപ്പന്മാരും ഇങ്ങനെ ചെയ്യും. 3 വയസ്സാകുമ്പോൾ ചെയ്യുമോ? അത് ചെയ്യുമോ? ഇല്ല. എന്തോ ചെയ്യും? ഒരു കൊച്ചുവിരൽ കൊടുക്കും. മമ്മിയുടെ കൊച്ചുവിരലോട് പിടിച്ചോ. 10 വയസ്സാകുമ്പോൾ കൊച്ചുവിരൽ കൊടുക്കുമോ? കൊച്ചുവിരൽ കൊടുക്കത്തില്ല. നടക്കടാ എന്ന് പറയും. ഹി ഹാസ് ടു വാക്ക്, ഷീ ഹാസ് ടു വാക്ക്. മനസ്സിലായോ? അവൻ നടക്കണം. അത് അവൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. മനസ്സിലായോ? ശ്രദ്ധിക്കുക. കരങ്ങൾ വെച്ച് ദൈവത്തെ സ്തുതിക്കേണ്ടത്, പാടി ദൈവത്തെ ആരാധിക്കേണ്ടത്, ദൈവത്തിന് നന്ദി പറയേണ്ടത്, ദൈവ സുവിശേഷത്തിലേക്ക് കരങ്ങൾ കൊണ്ട് കൊടുക്കേണ്ടത്, സുവിശേഷം പറയാൻ നാവ് ഉപയോഗിക്കേണ്ടത്, ദൈവശബ്ദം കേൾക്കേണ്ടത്, വചനം കേൾക്കേണ്ടത്, പ്രസംഗം കേൾക്കേണ്ടത്, ചെവി, അധരം, നാവ്, മൂക്ക് സെൻസ് ചെയ്യണം, കണ്ണ് കാണണം. റൂമാൽ കിടന്ന ഇതൊന്നും നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കരങ്ങൾ ബന്ധിക്കപ്പെട്ടിരുന്നാൽ നീ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. പക്ഷെ പലരുടെയും ഈ പഴയ ഒത്തിരി ദൈവദാസൻ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. ബ്രദറെ രക്ഷിക്കപ്പെട്ടപ്പോൾ അതൊക്കെ അങ്ങ് പോയി. എവിടെ പോയെന്നാ? എവിടെ പോയത്? എന്തുവാ പോയത്? സ്നാനപ്പെട്ടവ എല്ലാം അങ്ങ് പോയെന്ന്. എന്തോ പോയി? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നാനപ്പെട്ടതിന് ശേഷവും നീ ചിന്തിച്ച് നോക്കിയാൽ നീ ആ പഴയ വ്യക്തി തന്നെയല്ലേ? എന്താ നിനക്ക് വ്യത്യാസമുള്ളത്? നിന്റെ ജീവിതശൈലിക്ക് എന്ത് വ്യത്യാസം വന്നു? പ്രൈസ് ദി ലോർഡ്. ഈ മോശയുടെ ആ ഭാഗം വായിക്കുമ്പോൾ ഞാൻ ഓർക്കും, ദൈവം സംസാരിക്കുന്നതിന് മുൻപ് മോശ വിക്കനായിരുന്നു. മോശയെ ഓർത്ത് ദൈവം ഇടപെട്ട് ആ ദൈവത്തിൻ്റെ എൻകൗണ്ടർ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ വിക്കൊക്കെ കിടക്കുന്നങ്ങ് മാറുമെന്ന്. മോശ പറയുക, കർത്താവേ, നിന്നെ കണ്ടതിന് ശേഷവും ഞാൻ വിക്കനാണ്. നീ ഞാനുമായിട്ടൊരു സംഗമം ഉണ്ടായതിനു ശേഷവും നമ്മൾ തമ്മിൽ ഉണ്ടായ ഒരു എൻകൗണ്ടറിന് ശേഷവും ഞാൻ വിക്കനാണ്. എൻ്റെ വിക്കിപ്പോഴും മാറുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഞങ്ങളുടെ ചർച്ച ഇംഗ്ലീഷ് ചർച്ച തുടങ്ങി, ഇംഗ്ലീഷ് സർവീസ് തുടങ്ങി. അപ്പോൾ എൻ്റെ വിചാരം എന്താ അറിയോ? ഞാനവിടെ കയറിക്കുമ്പോഴത്തേക്ക് ഇംഗ്ലീഷൊക്കെ അങ്ങ് വായിലങ്ങ് വരുമെന്നാണ്. കർത്താവ് അത്ഭുതകരമായിട്ട് വായിലങ്ങ് വാക്കങ്ങ് നിറയ്ക്കുമെന്നാണ്. എവിടെ വരാനാ? എവിടെ വരാനാ? പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്നോട് ഒത്തിരി പാടുപെട്ടു. ഒത്തിരി ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി, ഡിക്ഷണറി വായിക്കാൻ തുടങ്ങി, അതും ഇതൊക്കെ വായിച്ചു. പിന്നെ തന്നെ പറഞ്ഞു നോക്കി ഓരോ ഒരു സെൻറ്റൻസ് കാണുമ്പോൾ ആ സെൻസ് എങ്ങനെ അതിൻ്റെ പാസീവ് വോയിസ് ആണോ, അതെങ്ങനെ, ഹാഡ് ബീൻ എങ്ങനെ, ഹാവ് ബീൻ എങ്ങനെ, കുഡ് ഹാവ് ബീൻ എങ്ങനെ, അതിൻ്റെ അർത്ഥം എന്തുവാ, ഇതൊക്കെ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഇംഗ്ലീഷ് പുസ്തകം വായിക്കുമ്പോഴൊക്കെ അയ്യോ അത് കൊള്ളാം, നല്ല സെൻസ്, ഹി വുഡ് ഹാവ് ബീൻ, അത് കൊള്ളാം, ഇറ്റ് ഷുഡ് ഹാവ് ബീൻ, ഓ കൊള്ളാം. അങ്ങനെയൊക്കെ മെനക്കെട്ടി ഞാൻ പഠിച്ചു. ഇന്ന് ഒരുമാതിരി കുഴപ്പമില്ല ഞാൻ പ്രസംഗിക്കും. എന്നാൽ സാഹിബിൻ്റെ പോലൊന്നും ആയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വർക്ക് ചെയ്തു, ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ. ആർക്കും ഇത് പറ്റും. ഇഫ് ദർസ് എ വിൽ ദർസ് എ വേ. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടത് കൊണ്ടൊന്നും നീ ഇംഗ്ലീഷ് പ്രസംഗിക്കത്തൊന്നുമില്ല. സ്നാനപ്പെട്ടതുകൊണ്ട് നീ പിന്നെ ഹിന്ദി പ്രസംഗിക്കത്തൊന്നുമില്ല. യു മസ്റ്റ് വർക്ക് വെരി ഹാർഡ്. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട എല്ലാവരും കൈയടിച്ച് ആരാധിക്കുമോ? ഇല്ല. എവിടെ ആരാധിക്കാനാ? ഇവിടെ പിന്നെ വലിയ കുഴപ്പം ഞാൻ കണ്ടില്ല. കൊച്ചിയിലൊക്കെ വലിയ പാടാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നാനപ്പെട്ടവൻ തുള്ളിച്ചാടി ആരാധിക്കും പറഞ്ഞാൽ എല്ലാവരും തുള്ളിച്ചാടുവോ? ഒന്ന് തുള്ളിച്ചാടി ആരാധിക്കാമെന്ന് പറഞ്ഞാൽ എത്ര പേർ തുള്ളിച്ചാടി ആരാധിക്കും? വെരി ഫ്യൂ പീപ്പിൾ. എന്താ? കാല് ബന്ധിക്കപ്പെട്ടതാ. കാലിലെ കെട്ടുപോയിട്ടില്ല ഇപ്പോഴും. കാലിലെ കെട്ടുപോയെങ്കിലേ ഇതൊന്നും ഒന്ന് ചലിക്കാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ ആരാധിക്കുമ്പോൾ ഒന്ന് ബോഡി ഒന്ന് ചലിച്ചൊന്ന് ആരാധിക്കാൻ പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. പല ആളുകളും സ്റ്റാച്യു നിൽക്കുന്ന പോലെ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ്റെ ബോഡി ലാംഗ്വേജ് ഉണ്ട് അതിനകത്ത്. നിൻ്റെ ബോഡിക്ക് ഒരു ലാംഗ്വേജ് ഉണ്ട്. പ്രൈസ് ഗോഡ്. ഓരോ മനുഷ്യർക്കും ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്, ഒരു ശരീര ഭാഷയുണ്ട്. ഒരാൾ വലിയ അഹങ്കാരമുള്ളവനാണെന്ന് നിങ്ങൾ കാണുമ്പോഴേ പറയും, ശരി അഹങ്കാരിയാന്ന് തോന്നുന്നു. എങ്ങനെയാണ് പറയുന്നത്? വല്ലതും മിണ്ടിയോ നിങ്ങളോട്? ഒന്നും മിണ്ടിയില്ല. മിണ്ടാൻ നിങ്ങൾ പറയും ഇച്ചിരി അഹങ്കാരിയാന്ന് തോന്നുന്നു കേട്ടോ. എങ്ങനെ? ബോഡി ലാംഗ്വേജ്. ആ ബോഡി ലാംഗ്വേജ് നമ്മൾ പറയും ആളിച്ചിരി അഹങ്കാരിയാണ്. ഒരു താഴ്മയുള്ള ഒരാളിനെ കണ്ടാന്ന് പറയും, ഒന്നും മിണ്ടിയില്ലെന്ന് പറയും, അയ്യോ അയാൾ താഴ്മയുള്ളവനാണ് കേട്ടോ. എന്താ? ബോഡി ലാംഗ്വേജ്. താഴ്മയ്ക്കൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട്, ഹ്യൂമിലിറ്റിക്ക് ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്, പ്രൈഡിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്, ആരാധനയ്ക്കൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട്, ഭക്തിക്കൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു കോഴ്സിന് പോയപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ച ഒരു ഫിലിപ്പീൻസിൽ നിന്ന് ഒരു സാറാണ്, മലയാളി അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഫിലിപ്പീൻസിൽ പഠിക്കാൻ പോയി, ഡോക്ടറേറ്റ് ചെയ്യാൻ പോയ സമയത്ത് ഫിലിപ്പീൻസ് ഒരു ഇംഗ്ലീഷ് ചർച്ച.
അപ്പോൾ താൻ ഇവിടുത്തെ മലയാളം ചർച്ചകൂടം എന്ന് പറയുന്ന സംഘടന ഒരു പാസ്റ്റായിരുന്നു. താനിങ്ങനെ സൺഡേയിൽ ബ്ലാക്ക് പാൻറ്റും വൈറ്റ് ഷർട്ടൊക്കെ ഇട്ട് വളരെ ഭക്തനെ പോലെ ഇങ്ങനെ ബാക്കിൽ പോയി നിന്നപ്പോൾ കാണാം പിന്നെ പെണ്ണുങ്ങൾ, ഫിലിപ്പീനോ പെണ്ണുങ്ങൾ ഇത്തരമുള്ള മിടിയൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഭയങ്കരമായിട്ട് തേച്ച് വെച്ച് മുടി അങ്ങനെയും ചെയ്യുക ഇങ്ങനെയും ചെയ്യുക, പിന്നെ എന്തോ കുസ്കാറായോ ഏതാണ്ടൊക്കെ തേച്ച് ഐബ്രോസ് തേച്ച് അതെല്ലാം പിരിയം പഠിച്ചു വെച്ച് എല്ലാം ചെയ്ത പെണ്ണുങ്ങൾ, പല പല സ്റ്റൈലിൽ പെണ്ണുങ്ങൾ, ഫാഷൻ പരേഡ് പോലെ. പുള്ളി ഇതെല്ലാം കൊണ്ട് ഞാൻ നോക്കി ഇങ്ങനെ നിന്നു. 2-3 ആഴ്ച വിട്ട് പുള്ളിക്ക് ആരാധിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതെല്ലാം നടക്കുന്ന ആകെ പുള്ളി ബുദ്ധിമുട്ടി. പ്രൈസ് ഗോഡ്. പുള്ളി പറയുക, ഒരു ദിവസം ഒരു സൺഡേ ചെന്നപ്പോൾ പുള്ളി പറഞ്ഞു, ആ വർഷിപ്പ് ലീഡർ പറഞ്ഞു, ഓക്കെ ലെറ്റ്സ് ഓൾ നീൽ ബിഫോർ ദ ലോർഡ് എന്ന് പറഞ്ഞപ്പോൾ നോക്കുമ്പം ഈ മിടിയിട്ട പെണ്ണുങ്ങൾ, ലിപ്സ്റ്റിക് തേച്ച പെണ്ണുങ്ങൾ, മുടി സ്റ്റൈൽ ചെയ്യുന്ന പെണ്ണുങ്ങൾ എല്ലാവരും മുട്ടുകുത്തി അവർ കരങ്ങൾ ഉയർത്തി നോക്കുമ്പോൾ ഒരു ലേഡി ആ കവളത്തൂടെ കണ്ണുനീർ ഒഴുകി ഇറങ്ങുന്നു. സാഷ്ടാംഗം പ്രണമിക്കാമെന്ന് പറയുമ്പോൾ കുറേ പേര് വീണില്ല. പക്ഷേ ഈ സ്ത്രീ സാഷ്ടാംഗം ദിവസം വീണു, ദൈവത്തെ ആരാധിക്കുന്നു. പ്രാർത്ഥിക്കുന്ന നമ്മൾ 2 കരങ്ങൾ ഉയർത്തി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു. താൻ ആ സ്ത്രീയെ നോക്കി നിന്നു. താൻ പറഞ്ഞ ദൈവാത്മാവ് ചോദിച്ചു, നീ കണ്ടോടാ അത്? വാട്ട് അബൌട്ട് യു? നിനക്ക് കറുത്ത പാൻറ്റുണ്ട്, വെളുത്ത ഷർട്ടുണ്ട്, ഫുൾ കൈയുണ്ട് നിനക്ക്. അവൾ മിടിയായിട്ടേക്കുന്നത്, അവളുടെ ലിപ്സ്റ്റിക് ഉണ്ട്. പക്ഷെ അവൾ ആരാധിക്കുന്നത് പോലെ, അവൾ കരഞ്ഞതുപോലെ, അവൾ നിലവിളിക്കുന്നത് പോലെ, അവൾ സാഷ്ടാംഗം പ്രണമിക്കുന്ന പോലെ നിനക്ക് കഴിയുന്നുണ്ടോ? ദൈവം പറഞ്ഞു, യു ആർ ജഡ്ജ്മെൻ്റൽ, നീ വിധിക്കുന്നവനാണെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, പാസ്റ്റേ അന്ന് ഞാൻ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞു. ഇന്നെനിക്ക് ഏത് ചർച്ചിൽ പോയാലും എങ്ങനെയുള്ള ആൾ കണ്ടാലും ഐ ഡോണ്ട് കെയർ, ബിക്കോസ് ഐ ലുക്ക് അണ്ടു മൈ ജീസസ്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സോ നിങ്ങൾ മനസ്സിലാക്കണം, നാം ദൈവസന്നിധാനത്ത് വരുമ്പോൾ നമുക്കൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. നമ്മുടെ കരങ്ങൾ ബന്ധിക്കപ്പെട്ടാൽ, കാലുകൾ ബന്ധിക്കപ്പെട്ടാൽ, നമ്മുടെ മുഖം ബന്ധിക്കപ്പെട്ടാൽ ഐ കനോട്ട് എക്സ്പ്രസ് മൈ എക്സ്പ്രഷൻസ്. എൻ്റെ എക്സ്പ്രഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ ഒക്കത്തില്ല. എൻ്റെ മുഖത്തൊരു എക്സ്പ്രഷനുണ്ട്. ഞാൻ ആരാധിക്കുമ്പോൾ, എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുമ്പോൾ, ഞാൻ ആരാധനയിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ചിലർ ചിരിക്കും, ഞാൻ കരയും. ദാറ്റ്സ് മൈ സ്റ്റൈൽ. ഞാൻ യേശുവിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ, ഞാൻ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ എൻ്റെ കണ്ഠം ഇടറും. ഞാൻ ചിലപ്പോൾ നിലവിളിക്കും, ഞാൻ ചിലപ്പോൾ കരയും. ഞാൻ ചിലപ്പോൾ കർത്തൃമേശ നടത്തുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് വലിയ നിലവിളിക്കും. യേശുവിന് ഗതി ഉണ്ടായാലോ എന്ന് ഓർത്തിട്ടൊന്നുമല്ല, എനിക്ക് വേണ്ടി അവൻ മരിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാനൊക്കത്തില്ല. പാപിയായി എന്നെ സ്നേഹിച്ച, യാതൊരു ഒരു മാതൃകയില്ലാത്ത എന്നെ സ്നേഹിച്ച ഈ മഹാസ്നേഹം ഓർക്കുമ്പോൾ എനിക്ക് കരയാതിരിക്കാനൊക്കത്തില്ല. ഞാൻ പറയും, ലോർഡ് താങ്ക് യു ഫോർ യുവർ ലവ്. ഞാൻ വിശ്വസ്തനായതുകൊണ്ടല്ല കർത്താവ്, ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും ഐ കനോട്ട് സേ ഐ എം എ പെർഫെക്റ്റ് മാൻ. എല്ലാം തികഞ്ഞ ഒരാളൊന്നുമല്ല ഞാൻ. ഞങ്ങളാരും എല്ലാം തികഞ്ഞവരൊന്നുമല്ല. ഈ സ്റ്റേജിൽ നിൽക്കുന്ന ഞങ്ങളാരും എല്ലാം തികഞ്ഞവരൊന്നുമല്ല. വി ഹാവ് വീക്ക്നെസ്സസ്, വി ഹാവ് അവർ ഡ്രോബാക്സ്, വി ഹാവ് ഷോർട്ട് കമ്മിങ്സ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 2 തിമോത്തി 2:13, നിങ്ങൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, അവൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയത്തില്ല. എന്നെ ഒത്തിരി ടച്ച് ചെയ്തൊരു വചനം അത്. ഞാൻ വിശ്വസ്തനായത് കൊണ്ടല്ല, ഞാൻ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, ഞാൻ 4-5 മണിക്കൂർ ഡെയിലി പ്രാർത്ഥിച്ചത് കൊണ്ടല്ല, ഞാൻ 40 ദിവസം ഉപവസിച്ചത് കൊണ്ടല്ല കർത്താവിനെ സ്നേഹിച്ചത്. ഞാൻ പാപിയായിരുന്നപ്പോൾ, ഞാൻ വെറും മോശക്കാരനായി നടന്നപ്പോൾ, വെറും ലോക മനുഷ്യനെ ഞാൻ ജീവിച്ചപ്പോൾ, ഹി ലവ്ഡ് മീ. അതുകൊണ്ട് ഞാൻ പറാമ്പതിൽ ആ പാട്ട് പാടിയത്. ക്രൂശുമായി പോകുന്ന നേരം എന്നെ തിരഞ്ഞവൻ. ഹല്ലേലൂയ. യേശു ക്രൂശുമായി പോകുമ്പോൾ ഭാരമേറിയ 15 അടി നീളമുള്ള ആ പച്ച പൈൻമര കുരിശുമേന്തി യേശു പോകുമ്പോൾ ആ ക്രൂശ് ഒന്ന് താങ്ങിക്കൊടുക്കുവാൻ, യേശു മറിഞ്ഞ് വീഴുമ്പോൾ ചുമക്കാൻ കഴിയാതെ യേശു തകർന്ന് താഴെ വീഴുമ്പോൾ ആ ക്രൂശിൻ്റെ ഒരറ്റം ഒന്ന് പിടിച്ചു കൊടുക്കുവാൻ ആരെങ്കിലും എന്നെ സഹായിക്കുമോ എന്ന് കരുതി യേശു ഒരു പക്ഷേ ക്രൂശുമായി പോകുമ്പോൾ ഇങ്ങനെയൊക്കെ നോക്കി കാണും. പത്രോസ് ഉണ്ടോ ഇവിടെ? യോഹന്നാൻ ഉണ്ടോ? അന്ത്രോസ് എന്തേ? ഫിലിപ്പോസ് എന്തേ? അയ്യോ, എൻ്റെ മാറു ചാരിയിരുന്ന യോഹന്നാനെ കാണുന്നില്ലല്ലോ. എൻ്റെ വാക്കിയിട്ട് വെള്ളത്തിലിറങ്ങിയ പത്രോസ് എവിടെ? മത്തായി എവിടെ? എംകോം പാസ്സായവൻ മത്തായി എവിടെ? ക്രൂശുമായി പോകുന്ന നേരം എന്നെ തിരഞ്ഞവൻ. ആ ഭാഗം പറയുമ്പോൾ എനിക്ക് കരയാതിരിക്കാൻ ഒക്കത്തില്ല. എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. ഈ ക്രൂശുമായി പോകുമ്പോൾ എന്നെ തിരഞ്ഞ കർത്താവ്. റോയി, I am carrying this cross. Can you help me? Praise the Lord.
പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ആ ക്രൂശ് ചുമക്കാൻ, ആ ക്രൂശിന് അറ്റൊന്ന് പിടിച്ചു കൊടുക്കുവാൻ മത്തായി ഉണ്ടായിരുന്നില്ല, യോഹന്നാൻ ഉണ്ടായിരുന്നില്ല, ഫിലിപ്പോസ് ഉണ്ടായിരുന്നില്ല, അന്ത്രയോസ് ഉണ്ടായിരുന്നില്ല, യൂദാ ഉണ്ടായിരുന്നില്ല. ഒരു കുറേനക്കാരൻ, ഒരു കറുത്ത മനുഷ്യൻ, എല്ലാവരും കറമ്പനെന്ന് വിളിച്ച് പുറന്തള്ളിയ ഒരു കറമ്പൻ, ഒരു ആഫ്രിക്കക്കാരൻ, അവൻ വന്ന് ചുമന്നു കൊടുത്തു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓരോ സൺഡേ അപ്പം നുറുക്കുമ്പോൾ ഐ ലിറ്ററലി ക്രൈ. എനിക്ക് വേണ്ടി നുറുക്കപ്പെട്ട ശരീരമാണല്ലോ, അതിന് ഓർമ്മയ്ക്ക് ഞാനിത് ചെയ്യുമ്പോൾ ഞാൻ ലിറ്ററലി എല്ലാ ആഴ്ചയും കരയാറുണ്ട്. എല്ലാ ആഴ്ചയും ഞാൻ കർത്തൃമേശയുണ്ട്. എവറി സൺഡേ ഐ യൂസ് ടു ക്രൈ ബിഫോർ ദ ലോർഡ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും സഭയിൽ വന്നിട്ട് പാസ്റ്റേ 5 വർഷം ഇതുവരെ വീട് കിട്ടിയില്ല, വീട് വാങ്ങിച്ചില്ല, ഒന്നും വാങ്ങിച്ചില്ല. ഞാൻ പറഞ്ഞു സിസ്റ്റർ, ഞാൻ 30 വർഷം എനിക്കൊന്നും വീടില്ല, ഞാനൊരു ലാൻഡ് വാങ്ങിച്ചിട്ടില്ല, എനിക്കൊരു ദുഃഖവുമില്ല. പ്രൈസ് ഗോഡ്. എൻ്റെ 2 പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ പ്രായമായി, 23, 18. ഞാൻ അവർക്ക് ഡൗറി കരുതിയിട്ടില്ല ഇതുവരെ. ഞാൻ അവർക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. When you look unto Jesus, നീ യേശുവിലേക്ക് നോക്കുമ്പോൾ നിന്റെ കരങ്ങളിലെ ബന്ധനം നീ അഴിച്ചു കളഞ്ഞ്, നിന്റെ കാലിലെ ബന്ധനം നീ മുറിച്ചു കളഞ്ഞ്, നിന്റെ മുഖത്തെ നിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തുന്ന, കേൾവി നഷ്ടപ്പെടുത്തുന്ന, സംസാരം നഷ്ടപ്പെടുത്തുന്ന, ആരാധന നഷ്ടപ്പെടുത്തുന്ന ആ മുഖത്തെ റൂമാൽ വലിച്ചു കീറി ദൂരെ കളയുമ്പോൾ നിന്നിൽ ദൈവപ്രവൃത്തി തുടങ്ങും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇനി നോക്കാം, എങ്ങനെയാണ് ഇത് മാറാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഇത് മാറാൻ കഴിയുന്നത്? നിങ്ങൾ കണ്ടല്ലോ, രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പെട്ടതുകൊണ്ടും ഈ രക്ഷിക്കപ്പെട്ടപ്പോൾ എന്താ സത്യത്തിൽ സംഭവിച്ചത്? പലരും വേറെ രക്ഷിക്കപ്പെട്ടപ്പോൾ എൻ്റെ രോഗമെല്ലാം പോയി, രക്ഷിക്കപ്പെട്ടപ്പോൾ എൻ്റെ ശാപമെല്ലാം പോയി, രക്ഷിക്കപ്പെട്ടപ്പോൾ എൻ്റെ എല്ലാം പോയെന്നാ. ആ പോയി എന്നുള്ള ഒരു തരത്തിൽ സത്യം. അത് പോകാനൊരു ഓപ്ഷൻ അതാ. മനസ്സിലായോ? ഇപ്പം ഞാനൊരു എക്സാമ്പിൾ സാറിന് പറഞ്ഞൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമുക്ക് ഇവിടെ ഒരു വെള്ളപ്പൊക്കം വന്നു. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് എല്ലാ റേഷൻ കാർഡിനും 5 കിലോ അരിയും 2 കിലോ പഞ്ചസാരയും ഫ്രീ ആയിട്ട് കൊടുത്തേക്കാൻ ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ശ്രദ്ധിക്കണം, എന്നെ ശ്രദ്ധിക്കണം. ഈ വിളംബരം പുറപ്പെടുവിച്ചത് കൊണ്ട് ഈ 5 കിലോ അരിയും 2 കിലോ പഞ്ചസാരയും നിങ്ങളുടെ വീട്ടിൽ വരുമോ ഇല്ലയോ? ഇല്ല. എന്ത് ചെയ്യണം? വിളംബരം വന്നു, പ്രഖ്യാപിച്ചിട്ടേക്കുക. എന്ത് ചെയ്യണം? ഒരു സഞ്ചി എടുക്കണം. ഒരു സഞ്ചി എടുത്ത്, റേഷൻ കാർഡ് എടുത്ത്, ഇത് റേഷൻ കാർഡ്, ഇത് സഞ്ചി. എന്ത് ചെയ്യണം? ഞാൻ ഇതുമായിട്ട് പോകണം. ഇതുമായിട്ട് പോയി റേഷൻ കടയുടെ മുമ്പ് റേഷൻ കടക്കാരൻ ഇവിടെ ഇരിക്കുക. ഇവിടെ ചെന്ന് ഞാൻ ക്യൂ നിൽക്കണം. ഇവിടെ നിൽക്കാനൊക്കത്തില്ല. 1 കിലോമീറ്റർ ക്യൂവാ. കാരണം സൗജന്യമായിട്ട് എല്ലാം ഭയങ്കര ക്യൂവാ. ഇവിടെ നിന്നു, ഓരോരുത്തർ മാറി ഞാൻ കയറി ഒരു 1.5 മണിക്കൂർ ആയപ്പോൾ ഞാൻ ഇവിടെ എത്തി. അപ്പോൾ അദ്ദേഹം പതിച്ചു തന്നു. ഇനി ഞാൻ എന്ത് ചെയ്യണം? വാങ്ങിക്കാൻ അടുത്ത ക്യൂ നിന്നു. രാവിലെ 10 മണിക്ക് വന്നേ, വൈകിട്ട് 3 മണിയായപ്പം സാധനം കിട്ടി. മനസ്സിലായോ? സാധനം സൗജന്യമാണ്, പക്ഷേ എന്ത് ചെയ്യണം? ഐ ഹാവ് ടു വർക്ക്. മനസ്സിലായോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗജന്യമാണ്, രക്ഷ സൗജന്യമാണ്. പക്ഷേ രക്ഷയോട് ചേർന്നുള്ള ചില സാധനങ്ങളുണ്ട്. രോഗസൗഖ്യം, ശാപമോചനം, പ്രോസ്പെറിറ്റി, ബ്ലെസ്സിങ്സ്, ഗുഡ്നസ് ആൻഡ് മേഴ്സി. ഇതിനൊക്കെ എന്തുണ്ട്? ഇതിനൊക്കെ ഒരു ഇച്ചിരി കാര്യം നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടപ്പോൾ നടന്ന ഒരേ ഒരു കാര്യം എന്താണ്? ശ്രദ്ധിച്ച് കേൾക്കണം. ആരും ചോദിച്ചാൽ പറഞ്ഞു, രക്ഷിക്കപ്പെട്ടപ്പോൾ എന്തോ നടന്നിട്ട് നിൻ്റെ ലൈഫിൽ എന്ന് ചോദിക്കുമ്പം നീ ഇപ്പോഴും പഴയ ആളല്ലേ, നിനക്കെന്തോ വ്യത്യാസമുള്ളത്? സാധാരണ ഈ ഭാര്യമാരതിന് രക്ഷിക്കപ്പെടും. ഭർത്താവ് പറയും, നീ കുറേ നാളുകൊണ്ടേ പോകുന്നല്ലോ അവിടെ, എന്നിട്ട് എന്തോ വ്യത്യാസം അവിടെ നിനക്ക്, നീ ആ പഴയ ആൾ തന്നെ. പ്രൈസ് ഗോഡ് എന്ന് പറയാറില്ലേ പലരും? നമ്മൾ നോക്കി, നിങ്ങൾക്കൊരു വ്യത്യാസം ഞങ്ങൾ കാണുന്നില്ല. എന്താ അത് കാണാത്തത്? നമ്മുടെ അകത്തൊരു വ്യത്യാസം ഉണ്ട്, അത് അവർക്ക് കാണാനൊക്കത്തില്ല. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മളിൽ നടന്ന ഒരേ ഒരു കാര്യം, ദ റിഡംഷൻ ഓഫ് ദ സ്പിരിറ്റ്. നിൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നടന്നു. അത് മാത്രമേ നടന്നുള്ളൂ. നമുക്ക് 3 ഭാഗമുണ്ട്: ദേഹം, ദേഹി, ആത്മാവ്. ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നടന്നു നീ കർത്താവിനെ രക്ഷിക്കപ്പെട്ടപ്പോൾ, നീ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ. ഇനി ദേഹിയും ശരീരവും അതങ്ങനെ ഇരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ എന്താണ്? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള
വിശുദ്ധിയുള്ള ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി സമർപ്പിക്കണം ശരീരത്തെ. അടുത്തത് എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നിങ്ങൾ രൂപാന്തരപ്പെടണം, നിങ്ങൾ സമർപ്പിക്കണം. മനസ്സിലാവുന്നുണ്ടോ? രക്ഷിക്കപ്പെടാൻ ഞാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഞാൻ പ്രാർത്ഥിച്ചാൽ മതി, കർത്താവേ ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി നീ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെൻ്റെ സ്വർഗ്ഗത്തിൽ ജീവിക്കുന്നു, എൻ്റെ ഹൃദയം തുറക്കുന്നു, യേശുവിനെ കർത്താവായി രക്ഷകനെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു. ഞാൻ യേശുവിൻ്റെ മണവാട്ടിയായി മാറി. പക്ഷേ ഇനി യേശുവിൻ്റെ മണവാട്ടി എന്ന നിലയിലുള്ള എൻ്റെ നന്മകൾ പ്രാപിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഐ ഹാവ് ടു ഒബേ ദ ന്യൂ ടെസ്റ്റമെൻറ്റ് ടീച്ചിങ്സ്. ഞാൻ നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ കല്യാണം കഴിപ്പിക്കുന്ന ഒരാളാണ്, പാസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഒത്തിരി പേരെ കട്ടിപ്പിക്കാറുണ്ട്. പെണ്ണും ചെറുക്കനും വരും. ആദ്യം കൂറി വായിച്ചു, എറണാകുളം ജില്ല കണ്ണന്നൂർ താലൂക്കിൽ ഇന്ന പട്ടണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിക്കും. ജോസഫും മേരിയുടെ മോൻ പിന്നെ കുര്യാക്കോസും എന്ന് പറയുക വായിക്കും. അവർ വന്നിരുന്നു. കുര്യാക്കോസ് എഴുന്നേറ്റ് നിൽക്കാം, കുര്യാക്കോസ് എഴുന്നേറ്റു. അടുത്ത വായിച്ചു, ജെസ്സിക്കുട്ടി എഴുന്നേറ്റിരിക്കാം, ജെസ്സിക്കുട്ടി എഴുന്നേറ്റു. കുര്യാക്കോസ് ജെസ്സിക്കുട്ടി എഴുന്നേറ്റു. അങ്ങനെ നമ്മൾ കുറേ ചോദ്യം ചോദിക്കും. നിൻ്റെ ഏറ്റവും സഭയിൽ നിൽക്കുന്ന ഈ ജെസ്സി എന്ന് പറയുന്ന പെൺകുട്ടി നിൻ്റെ ഭാര്യ സ്വീകരിപ്പാൻ നീ തയ്യാറാണോ? തയ്യാറാണ്. പിന്നെ കുറേ അത് ചോദിക്കും. പിന്നെ അവളോടും ചോദിക്കും, അവളും പറയും തയ്യാറാണ്. പിന്നെ കൈ പിടിച്ച് വെച്ചിട്ട് നമ്മളെന്തോ പറയും? കുര്യാക്കോസ് ആകുന്ന ഞാൻ, ജെസ്സി ആകുന്ന നിന്നെ, എൻ്റെ ഭാര്യയെ സ്വീകരിക്കുന്നു. മരണം നമ്മെ വേർപിരിക്കുന്നവരെ, സന്തോഷത്തിലും സന്താപത്തിലും, സുഖത്തിലും ദുഃഖത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും നിന്നെ മാത്രം സ്നേഹിച്ച് നിൻ്റെ വിശ്വസ ഭർത്താവ് ഇരുന്നു കൊള്ളാമെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമായ നാമത്തിൽ നിന്നോട് ഞാൻ ഉടമ്പടി ചെയ്യുന്നു. കർത്താവിന് സഭയിൽ സാക്ഷികൾ. ജെസ്സിയാകുന്ന ഞാൻ, കുര്യാക്കോസ് അങ്ങേ, ഇതെല്ലാം പറഞ്ഞു. ഭാര്യയും ഭർത്താവ് ആയോ? ആയോ? ഒപ്പിട്ടു. ഭാര്യ ഭർത്താവ് ആയോ? അയ്യോ ആയി. അയ്യോടോ, ഇവിടെ ഒന്നും ആകത്തില്ലയോ? കൊച്ചിയിലൊക്കെ ആകും കേട്ടോ. ഇത്രയും പറഞ്ഞാൽ കൊച്ചി കല്യാണം ഭാര്യ ഭർത്താവുമായി. നിങ്ങളുടെ തിരുവനന്തപുരത്ത് അങ്ങനെയൊന്നും ആകത്തില്ല പാസ്റ്റർ നിങ്ങൾ പറയുന്നത്. അവർ ഭാര്യയും ഭർത്താവുമായി. അവർ ഉഭയസമ്മതം ചെയ്തു, ഉടമ്പടി ചെയ്തു, അവർ ഒപ്പിട്ടു, അവർ ഭാര്യയും ഭർത്താവുമായി. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇനിയാണ് പരിപാടികൾ കിടക്കുന്നത്. ഭാര്യ ഭർത്താവിന് വീട്ടിൽ ചിലപ്പോൾ മനസ്സിലായി ഭാര്യയുടെ വീട്ടിലെപ്പോൾ തല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, ഇവിടെ കാര്യങ്ങളൊക്കെ വേറെ രീതികളാണ്. അതുമായിട്ട് താതാത്മ്യപ്പെട്ടേ പറ്റൂ അവൾ. മനസ്സിലാവുന്നുണ്ടോ? അവിടെ മുതലാണ് ആദ്യം. അതുകൊണ്ട് ഈ മിക്കവാറും കല്യാണിക്കുന്ന ആദ്യത്തെ 1 വർഷം 2 കൂടെ ഇടിയായിരിക്കും. മൊത്തം ആദ്യത്തെ 1 വർഷം 2 പൂര ഇടിയായിരിക്കും. ഈ സെക്കൻഡ് ഇയറൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ഒരുമാതിരി ഒരു പച്ച വന്നൊരു 10-25 വർഷം ആകും തമ്മിൽ മിണ്ടാതൊക്കെ ഒന്ന് എന്തെങ്കിലും ആരല്ല പോട്ടെ ആരമില്ല എന്നൊക്കെ ലെവലാന്ന്. 25 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാനൊന്നും ആയത്. പിന്നെ എൻ്റെ കാര്യം പറയാം, പിന്നെ നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ത് കണ്ടാലും പ്രതികരിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് ഒരു വ്യത്യാസം എനിക്ക് ഇപ്പോഴായി വരുന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പാസ്റ്ററായ ഞാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഗതി എന്താ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പലരും ഓർക്കുന്നത് കർത്താവേ എൻ്റെ കൂടുള്ള ഈ അച്ചായൻ തന്നെയാണോ ദൈവഹിതമെന്ന് സംശയിക്കുന്നവരാണ് പലരും ഇപ്പോഴും. പല ഭർത്താവിനെ ഓർക്കുന്നത് ദൈവമേ ഇവിടെ തന്നെയാണോ ഞാൻ കെട്ടേണ്ടത്, ദൈവഹിതം ഇത് തന്നെ ആയിരുന്നോ, തെറ്റിപ്പോയോ എന്ന് ചിന്തിക്കുന്ന ഭർത്താക്കന്മാരും ഇല്ലാതില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ മടങ്ങി വരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ആമേൻ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ആ ഭാര്യ ഭർത്താക്കന്മാർ ഒരു ഉടമ്പടി ചെയ്ത് ആ ഭർത്താവിനെ വചനം പറയുന്നത് പോലെ സകലത്തിലും കീഴ്പ്പെട്ട് അനുസരിച്ച് സ്നേഹിച്ച് ഒരു വിശ്വസ്ത ഭാര്യയുടെ കടമകൾ ചെയ്യുവാൻ തയ്യാറാകുന്ന ഒരു ഭാര്യയാണ് ഒരു ഭർത്താവിനെ സ്നേഹിപ്പാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിലും കൊളോസ്യ ലേഖനത്തിലും പത്രോസ് ലേഖനത്തിലും ഭർത്താക്കന്മാരെ എന്നല്ല ഭാര്യമാരെ എന്നാണ് തുടങ്ങുന്നത്. എല്ലാവരും നോക്കുന്നു. പാസ്റ്റാൾ മോശമല്ലല്ലോ എന്നാലും. പ്രൈസ് ദി ലോർഡ്. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കുക. അങ്ങനെ കീഴടങ്ങുന്ന ഒരു ഭാര്യ ഏത് ഭർത്താവും സ്നേഹിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഭാര്യമാരെ ബഹുമാനിക്കുക. അങ്ങനെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കുന്ന ഏത് ഭാര്യയും ഭർത്താവ് സ്നേഹിക്കും. ഒരു സംശയം അതിനകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞതുപോലെ തന്നെ യേശുവിനെ മണവാട്ടിയാണ് നമ്മൾ. യേശു പറയുന്ന യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് യേശുവിന് കീഴ്പ്പെടാൻ തയ്യാറാകുമ്പോഴാണ്, മനസ്സിലായോ, യേശുവിന് കീഴ്പ്പെടാൻ തയ്യാറാകുമ്പോഴാണ് ദൈവികമായ നന്മ നമുക്കുണ്ടാകുന്നത്. ഹല്ലേലൂയ. മനസ്സിലായോ?
ഇല്ലാതെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഉടനെ നിനക്ക് വലിയ വീട്, നിൻ്റെ കടഭാരം എല്ലാം. ചിലരിങ്ങനെ ഞങ്ങളുടെ ഇടത്തിൽ ചില ഫാമിലീസിലും കടഭാരം 1.5 കോടി കടമുണ്ട് പാസ്റ്റേ. ഇങ്ങോട്ട് അവരുടെ വിചാരം എന്തുവാ, ഞാനങ്ങോട്ട് കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഉടനെ ഒരാഴ്ച കടമങ്ങ് മാറുമെന്നാ. ഇതെവിടെ മാറാനാ? ചില സമയത്തൊക്കെ ദൈവം ചെയ്തെന്നിരിക്കും, ചിലരുടെ കേസിലൊക്കെ, ചില പ്രത്യേക കേസിലൊക്കെ. പക്ഷെ മിക്കവാറും കേസിൽ കടഭാരമുള്ളവർക്കൊന്നും ഉടനെ മാറത്തില്ലത്. ഭാരം മാറ്റും, കടം മാറത്തില്ല ഉടനെ. മനസ്സിന് ഭാരം അങ്ങ് മാറും, പക്ഷേ കട ഉടനെ മാറത്തില്ല. എന്താ അറിയോ? നിങ്ങളൊന്ന് പണിയും കർത്താവിനകത്തിട്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കടഭാരം മാറ്റും, പക്ഷെ കടം മാറ്റത്തില്ല. ചില വർഷങ്ങൾ മുന്നോട്ട് പോയി ദൈവസന്നിധാനത്തിൽ ദൈവസഭയിൽ വിശ്വസ്തമായി നിങ്ങൾ നിന്നാൽ, ദൈവദാസനോട് ചേർന്നിരുന്നാൽ, ദർശനത്തോട് ചേർന്നിരുന്നാൽ, ക്രമേണ 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 കർത്താവ് എന്ത് ചെയ്യും? ദൈവം അതിനെ മാറ്റിത്തരും. ദൈവങ്ങൾ നിനക്ക് രോഗമുണ്ടെങ്കിൽ ആ രോഗത്തിന് പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ നിന്നെ പണിഞ്ഞെടുക്കാൻ വേണ്ടിയായിരിക്കും രോഗം നിനക്ക് ദൈവം അനുവദിച്ചത്. തന്നെന്ന് ഞാൻ പറയത്തില്ല, അനുവദിച്ചത്. കടഭാരം ദൈവം അനുവദിച്ചു, കുടുംബത്തിലൊരു പ്രശ്നം അനുവദിച്ചു. ആ പ്രശ്നത്തിന് പരിഹാരം അവസാനം എന്ത്? കുടുംബങ്ങളുടെ ദൈവത്തെ അറിയാൻ കാരണമായി. പ്രൈസ് ദ ലോർഡ്. ആ പ്രശ്നം ദൈവം അനുവദിച്ച് തന്നതാണ് നിനക്ക്. വന്ന ഉടനെ ഒറ്റ ആഴ്ച കൊണ്ടത് മാറ്റി തരത്തില്ല, ഓവർനൈറ്റ് കൊണ്ടത് മാറ്റി തരത്തില്ല. നിന്റെ ജീവിതത്തിന് വിശ്വസ്തത നീ പണിയപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് ദൈവം നോക്കും. നിന്നെ പണിയപ്പെടാൻ നീ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഞാനിനി എൻ്റെ പരിഹാരത്തിലേക്ക് ഞാൻ വരാൻ പോവാം. പ്രൈസ് ദ ലോർഡ്. അവൻ നമ്പർ 1, അവൻ ശവവസ്ത്രത്താൽ കെട്ടപ്പെട്ടവനായിരുന്നു. He was bound by the grave clothes. Lazarus was bound by the grave clothes. അവൻ ശവവസ്ത്രത്താൽ കെട്ടപ്പെട്ടവനായിരുന്നു. ഓക്കെ, നമ്മളത് പറഞ്ഞല്ലോ. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, അവൻ നടക്കാൻ കഴിയുന്നില്ല, കരങ്ങൾ ചലിപ്പിക്കാൻ കഴിയുന്നില്ല, ശാരീരിക ചലനങ്ങൾ അസാധ്യമായി, കാണാൻ കഴിയുന്നില്ല, സ്തുതിപ്പാനോ സംസാരിപ്പാനോ കഴിയുന്നില്ല, ദുർഗന്ധമോ സുഗന്ധമോ തിരിച്ചറിയാൻ കഴിയുന്നില്ല, കേൾക്കാൻ കഴിയുന്നില്ല. ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് 3:1 ഇങ്ങനെ വായിക്കുന്നു: സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രമുള്ളവൻ അരുളിച്ചെന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ശ്രദ്ധിക്കണേ, വെളിപ്പാട് 3:1 ഞാൻ വായിച്ചത്. റെവലേഷൻ 3:1. ജീവിച്ചിരിക്കുന്നവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാണ്. യു ആർ ഡെഡ്. You cannot move, you cannot speak, you cannot hear, you cannot see. നിനക്ക് കാണാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, നിനക്ക് തൊടാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, സ്തുതിക്കാൻ പറ്റുന്നില്ല, കൈയടിക്കാൻ ഒക്കുന്നില്ല, സ്വോത്രകാഴ്ച ഇടാൻ പറ്റുന്നില്ല, ദശാംശം കൊടുക്കാൻ പറ്റുന്നില്ല, സുവിശേഷം പറയാൻ പറ്റുന്നില്ല. യു ആർ ഡെഡ്. മനസ്സിലായോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എൻ്റെ പരിഹാരത്തിലേക്ക് ഞാൻ വരിക. പേടിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ അങ്ങോട്ട് വരിക. സ്തോത്രം. എന്താ നമ്മൾ ചെയ്യേണ്ടതിന്? യോഹന്നാൻ 11:44, ജോൺ 11:44. മരിച്ചവൻ പുറത്തു വന്നു, അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയിരുന്നു. അവന്റെ കെട്ട് അഴിക്കുവീൻ, അവൻ പോകട്ടെ എന്ന് യേശു അവനോട് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, എങ്ങനെ കെട്ടഴിയപ്പെടും? ഒന്നാമത്തെ കാര്യം, he had to commit himself to the delegated authorities by Jesus. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, ഇനി ശ്രദ്ധിക്കേ, എൻ്റെ കൂടെ വാ. യേശു മരിച്ച ലാസം പുറത്തു കൊണ്ടുവന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു സാൽവേഷൻ. ശ്രദ്ധിക്കണം, സാൽവേഷൻ, രക്ഷിക്കപ്പെട്ടു. ഞാൻ രക്ഷയോട് കണക്ട് ചെയ്യുക അതിനെ. അവന് ദേഹത്ത് എന്തുണ്ടായിരുന്നു? കെട്ടുണ്ടായിരുന്നു, അല്ലേ? യേശു കെട്ടഴിച്ചു കൊടുത്തോ? യേശു കെട്ടഴിച്ചു കൊടുത്തോ? യേശു കല്ലുരുട്ടി മാറ്റിയോ? യേശു കല്ലുരുട്ടി മാറ്റിയില്ല, യേശു കെട്ടഴിച്ചതുമില്ല. ഒരു കാര്യം ചെയ്തു, മരിച്ചവനെ ജീവനിലേക്ക് യേശു കൊണ്ടുവന്നു. എന്നിട്ട് യേശു പറഞ്ഞു, കെട്ടഴിപ്പിനവൻ പോകട്ടെ. ആരോടാ പറഞ്ഞത്? അവിടെ നിന്ന് യേശുവിനെ വിശ്വസിക്കാൻ കൊള്ളാകുന്ന ചില ആളുകൾ പറഞ്ഞു, റിലീസ് ഹിം, ലെറ്റ് ഹിം ഗോ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി കാര്യത്തിലേക്ക് വരിക. രക്ഷിക്കപ്പെട്ടു, അത് ദൈവത്തിൻ്റെ ദാനമാണ്. നിങ്ങളുടെ ബോഡിയിലുള്ള കെട്ടുകൾ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കെട്ടുകൾ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ കെട്ടുകൾ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രാർത്ഥനയുടെ കെട്ടുകൾ, ആരാധനയുടെ കെട്ടുകൾ, വചനധ്യാനത്തിൻ്റെ കെട്ടുകൾ, ദശാംശം കൊടുക്കാൻ കഴിയാത്ത കെട്ടുകൾ, സ്തോത്രകാഴ്ച ഇടാൻ കഴിയാത്ത കെട്ടുകൾ, സുവിശേഷം പറയാൻ കഴിയാത്ത കെട്ടുകൾ, 10 മണിക്കുള്ള ആരാധനയ്ക്ക് 10:30 വരുന്ന 10 മണിക്ക് വരാൻ കഴിയാത്ത കെട്ടുകൾ. ശ്രദ്ധിക്കൂ, ഇനി ഈ 10 മണിക്ക് ആരാധന വെച്ചു, 10:30 വരുന്ന ആളുകൾക്ക് വേണ്ടി 10:30 ആക്കി നോക്കിയേ, 11 മണിക്ക് അവർ വരത്തുള്ളൂ. അതൊരു കെട്ടാ, അരമണിക്കൂറിൻ്റെ കെട്ടാ അവർക്കത്.
ഇനി 11 നോക്കിയേ 11 വരത്തുള്ളൂ. അത് കേട്ടാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസി വന്ന പോലെ 10 രൂപ സ്വോത്രം ചെയ്യണം. 10 രൂപ ഇന്നും അത് ഇട്ടുകൊണ്ടിരിക്കുക. കേട്ടാ. സ്തോത്രം, സ്തോത്രം. ഞാൻ 5 രൂപ തുടങ്ങിയതാണ് 87. ഇപ്പം ഞാൻ 500 ചിലപ്പോൾ 1000 ഒക്കെ ഇടും. എല്ലാ ആഴ്ച 1000 ഇടും. എൻ്റെ അർത്ഥമില്ല. ചിലപ്പോൾ 1000 ഉണ്ടെങ്കിൽ 1000 എടുത്തങ്ങ് ഇടും. ചിലപ്പോൾ 500 എടുത്തിടും. ചിലപ്പോൾ 200 എടുത്തിടും. ചിലപ്പോൾ 100 ഉള്ളൂ, 100 അങ്ങ് ഇട്ടേക്കും. പ്രൈസ് ദി ലോർഡ്. വ്യത്യാസം വന്നു. ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ കഴിയാത്ത കെട്ടുകൾ. പ്രൈസ് ദി ലോർഡ്. 25,000 രൂപ ശമ്പളം ഉണ്ടായിട്ടും 2,500 രൂപ ദശാംശം സഭയിൽ കൊണ്ടുപോകാൻ കഴിയാത്ത കെട്ടുകൾ. ആ 2,500-നെ 5 വിഭാഗിച്ച് 500 ഇവിടെയും 500 വേറൊരു സഭയ്ക്കും 500 നോർത്ത് ഇന്ത്യക്കും 500 ബൈബിൾ കോളേജ് പഠിക്കുന്ന ചെറുക്കനും കൊടുക്കുന്ന കെട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ പാസ് എന്തോ പറയുന്നത്? നോർത്ത് ഇന്ത്യ കൊടുക്കണ്ടേ? കൊടുക്കണം. ബൈബിൾ കോളേജ് പഠിക്കുന്ന പയ്യന് 500 രൂപ ഫീസ് അടയ്ക്കാൻ കൊടുക്കണ്ടേ? കൊടുക്കണം. വേറൊരു ഞങ്ങളുടെ ബന്ധത്തിൽ ഒരു പാസ്റ്റ് ഒരു കഷ്ടപ്പെട്ട് പണി ചെയ്യുന്നു, അയാൾക്കൊരു 500 എല്ലാ മാസം കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കണ്ടേ? കൊടുക്കണം. എല്ലാം കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? എവിടുന്ന് കൊടുക്കണം? പ്രൈസ് ദി ലോർഡ്. ദശാംശം എവിടെ ഉള്ളതാ? എവിടേക്കാണ് ഉള്ളത് ദശാംശം? ദശാംശം എവിടെ വരേണ്ടത്? നമ്മുടെ സഭയിൽ, ഈ സഭയിൽ, ഇവിടെയുള്ള ഈ സഭയിൽ. പെട്രാക്കാർ ഇവിടെ കൊണ്ട് കൊടുക്കല്, ഇവിടെ നിങ്ങൾ അവിടെയും തരല്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ദശാംശം 2,500 ആണോ? അത് ഈ സഭയിൽ ക്രൈസ്റ്റ് സെൻറ്ററിൽ വരണോ? അത് 25,000 രൂപയ്ക്ക് അത് 2,500 കഴിഞ്ഞു. ഇനി 22,500 ഉള്ളൂ. ആ 22,500 വേണം 500 രൂപ ബൈബിൾ കോളേജ് പഠിക്കുന്ന ജോസഫ് കുട്ടിക്ക് കൊടുക്കേണ്ടത്. 500 രൂപ നോർത്ത് ഇന്ത്യയിലെ സജി പാസിന് കൊടുക്കേണ്ടത്. 500 രൂപ വേറെ ആർക്കാണ്ട് കൊടുക്കണം. അതൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കണം. ദശാംശത്തിൽ നല്ലത് കൊടുക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ആ 2,500-ന് 5 കീറുന്ന കെട്ട് പൊട്ടണമെങ്കിൽ സ്തോത്രം, സ്തോത്രം. ഓ സ്തോത്രം പോയി. ഇപ്പം അല്ലേലും വയ്യാന്നായി. പ്രൈസ് ദി ലോർഡ്. ഒരു അല്ലേ പറഞ്ഞ എല്ലാവരോട് ശക്തോട്ട്. ഓ അത് പോരാ, ആനൊരു ശക്തിയൊന്നുമില്ല. ഹല്ലേലൂയ. ഓ എന്നാലും പോരാ, ശരിയായില്ല. ഒന്നുകൂടെ അങ്ങനെ വരാ. എന്നിട്ടും ആയിട്ടില്ല. ഇവിടെ വരാണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിൻ്റെ കൈയുടെ കെട്ട് പൊട്ടണം. ജനറസ് ഗിവിങ്. സന്തോഷത്തോടെ കൊടുക്കണം, ഔദാര്യമായി കൊടുക്കണം. ഹല്ലേലൂയ. കൈ ഒരിക്കലും വരണ്ടു പോകരുത്. സ്തോത്രം. സുവിശേഷ വേലയ്ക്ക് വേണ്ടി, ബിൽഡിംഗ് ഫണ്ടിന് വേണ്ടി. പ്രൈസ് ഗോഡ്. നീ കൊടുക്കാൻ നിന്റെ കരം ബന്ധിക്കപ്പെട്ടതാണെങ്കിൽ ഇന്ന് യു ഹാവ് ടു സബ്മിറ്റ് യുവർ സെൽഫ് ടു ദ ഡെലിഗേറ്റഡ് അതോറിറ്റി ടു ബ്രേക്ക് ദ ബൈൻഡിങ്സ്, ബ്രേക്ക് ദ ബോണ്ടേജസ്. അവൻ്റെ കെട്ടഴിപ്പിൻ ജീസസ് ഹസ് ഡെലിഗേറ്റഡ് സം അതോറിറ്റീസ് ടു റിലീസ് ദ പീപ്പിൾ, റിലീസ് ദ മാൻ. മനസ്സിലായോ? അവനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി യേശു ചില ഡെലിഗേറ്റ്. വി ആർ ദ ഡെലിഗേറ്റ്സ് ഓഫ് ജീസസ്. ഞാനും ബ്രദർ സുരേഷ് ബാബുവും പാസ്റ്റർ ജോർജിയൊക്കെ ഞങ്ങൾ ഡെലിഗേറ്റ്സ് ആണ്. വി ആർ ദ ഡെലിഗേറ്റഡ് അതോറിറ്റീസ് ബൈ ജീസസ്. മനസ്സിലായോ? അപ്പം ഞങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കെട്ടഴിക്കാൻ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. ഇവരുടെ കെട്ടഴിക്ക് അവർ പോട്ടെ. പ്രൈസ് ഗോഡ്. അപ്പോൾ ഞങ്ങളുടെ കെട്ടഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഞങ്ങൾ ഡെലിഗേറ്റഡ് അതോറിറ്റീസ് ആണെന്ന് നിങ്ങൾ ഞങ്ങളെ അംഗീകരിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ കർത്താവ് യേശു ഡെലിഗേറ്റ് ചെയ്ത ചില അതോറിറ്റീസ് ഉണ്ട്. ഈ അതോറിറ്റീസിന് എന്ത് ചെയ്യണം? നിങ്ങൾ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നിങ്ങൾ നോക്കി, ആ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുക, ജീവനുണ്ട്. ഇപ്പം ഇതെങ്ങനെ നിൽക്കുന്നത്? കണ്ണും കാണത്തില്ല, കൈ അനങ്ങത്തുമില്ല, കാലും അനങ്ങത്തില്ല, ഇങ്ങനെ നിൽക്കുക. ഒന്നും കാണത്തില്ല, ഇങ്ങനെ നിൽക്കുക, എല്ലാം കെട്ടിവെച്ചേക്കുക. പ്രൈസ് ദി ലോർഡ്. യേശു കെട്ടടിക്കാൻ ചിലരെ ഏൽപ്പിച്ചു. കെട്ടടിക്കാനായിട്ട് പത്രോസും യോഹന്നാനും അങ്ങോട്ട് വരിക. വന്ന് കൈ, എന്നെ തൊടല്, എന്നെ തൊടല്, എന്നെ കെട്ടടിക്കല്ല, അതവിടെ ഇരുന്നോട്ടെ. ബ്രദർ ഈ റൂമാലൊന്നും അതവിടെ ഇരുന്നോട്ടെ, ഒന്നും കൊണ്ടൊന്നും മാറ്റണ്ട. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഇന്ന് സംഭവിക്കുന്നത്. നിങ്ങളുടെ കെട്ടിൽ അഴിയപ്പെടണമെങ്കിൽ വചനത്താൽ നിങ്ങൾ പണിയപ്പെടണം, വചനത്താൽ മുറിക്കപ്പെടണം, വചനത്താൽ ഉടയപ്പെടണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ യെരമ്യ 18 നമ്മൾ വായിക്കുമ്പോൾ ആമേൻ ആമേൻ പിന്നെ എന്ത് പറയുന്നത്, കുശവൻ ആ ചക്രത്തിൽ പണി ചെയ്തുകൊണ്ടിരുന്നു ഇല്ലേ? ഒരു പാത്രം ഷേപ്പായി വന്നു. ആ പാത്രം ആരുടെ കയ്യിലാണ് പൊട്ടിയത്? കുശവൻ്റെ കയ്യിലാണ് പൊട്ടിയത്. പ്രൈസ് ദി ലോർഡ്. കുശവൻ്റെ കയ്യിൽ നീ പൊട്ടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോക മനുഷ്യരല്ല നിന്നെ പൊട്ടിക്കേണ്ടത്, കുശവൻ നിന്നെ പൊട്ടിക്കണം. പ്രൈസ്. കുശവൻ പൊട്ടിച്ചാൽ അത് വേറൊരു ഷേപ്പാക്കി എടുക്കും. കുശവൻ അതിനേക്കാൾ നല്ല ഷേപ്പാക്കും. ലോകം പൊട്ടിച്ചാൽ എടുത്ത് ദൂരത്ത് കളയും.
പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളൊക്കെ എപ്പോഴും പൊട്ടിക്കപ്പെടുന്നവരാണ്. ബ്രദർ സുരേഷ് ബാബു ഞങ്ങളൊക്കെ പലപ്പോഴും പൊട്ടിക്കപ്പെടുന്നവരാണ്. പക്ഷേ ഇന്ന് ഞങ്ങൾ വേറൊരു ഷേപ്പിൽ നിൽക്കുന്നത് എന്തുകൊണ്ടറിയോ? ദൈവം ഞങ്ങളുടെ ഷേപ്പ്. ആദ്യം ഞാനൊരു പാട്ടുകാരനായിരുന്നു, വെറും സോളോ സിംഗർ. ഓരോ സ്ഥലത്തേക്ക് നിന്ന് ഞങ്ങൾ സോളോ പാടും, വർഷിപ്പ് പോലും ലീഡ് ചെയ്തില്ല, സോളോ സിംഗറായിരുന്നു. ദൈവം എന്നെ ഉടച്ചു, ദൈവം എന്നെ വർഷിപ്പ് ലീഡറാക്കി മാറ്റി. അപ്പോൾ ആളുകളൊക്കെ ആരാധിക്കുന്നത് ഭയങ്കര സന്തോഷമായി. പ്രൈസ് ദി ലോർഡ്. അവിടെ കൊണ്ട് നിർത്തി വീണ്ടും ഉടച്ചു. ചർച്ച് പ്ലാന്റിങ് ഉടച്ചു. ആ ചർച്ചിൽ കിടന്ന് ഞാൻ ഉടഞ്ഞു. തങ്കശ്ശേരി സുരേഷ് ബാബു എന്ന് അറിയാം. ഗുണ്ടായി ഫേസ് ടു ഫേസ് ഞാൻ കണ്ടു, വാളുമായിട്ട് എന്നെ വെട്ടാൻ. ഞാൻ ഉടഞ്ഞു. ഒരു രാത്രി ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വളരെ ക്ഷീണിതനായി, ഉപവാസ പ്രാർത്ഥന നമുക്ക് ഫിസിക്കലി ക്ഷീണം ഉണ്ടാവുമല്ലോ, ക്ഷീണിതനായി ഞാൻ പുറത്ത് ഫോൺ ചെയ്ത് പോയിട്ട് മടങ്ങി വരുമ്പോൾ ചർച്ചിലെ ഒരു ഗുണ്ട രക്ഷിക്കപ്പെട്ട് വന്നേ സുരേഷ് ബാബുവിൻ്റെ മീറ്റിങ്ങിൽ ബ്രദർ വിൽസൺ ചർച്ചിൽ എന്തോ വഴക്കുണ്ടാക്കി അവനൊരു വാളുമായിട്ട് നിൽക്കുക എന്നെ വെട്ടാൻ. എനിക്ക് ഓടാൻ മാർഗ്ഗമില്ല, കാരണം ഞാൻ ദിവസം ഓടിക്കൂടല്ലോ. ഞാൻ നോക്കുമ്പോൾ ഒരു 6 അടി പൊക്കമുള്ള തടിയനായ ഒരു ഗുണ്ട, ഒരു ഗോലിയാത്ത പോലെ ഒരു മനുഷ്യൻ എൻ്റെ വീട്ടിൽ മുമ്പ് ഇങ്ങനെ നടക്കുക. ഞാനവനെ കണ്ട് എൻ്റെ അകത്ത് തീ കത്തി. ദൈവം ഇവൻ എന്തോ ചെയ്യുവന്നെ. ഞാൻ പക്ഷേ കർത്താവ് പറഞ്ഞ് പാൻ പറഞ്ഞു. ഞാൻ നേരെ അവൻ്റെ അടുക്കലേക്ക് വന്നു. ഞാനവൻ ഇങ്ങനെയാണ് നോക്കുന്നത്, അവനെന്നെ ഇങ്ങനെ. പ്രൈസ് ദി ലോർഡ്. അവൻ ചാടി എൻ്റെ നേരെ വന്നു, ഇങ്ങനെ വന്നു. ഞാൻ പറഞ്ഞു, വിൽസൺ നിനക്കെന്നെ കൊല്ലണോ? കൊല്ല് നീ എന്നെ. ഞാൻ പറഞ്ഞു, വെട്ടടാ എന്നെ, കൊല്ല്. 10 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചു. എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പോയാൻ. ഞാൻ ഉടഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മരുത്തടി എന്ന് പറഞ്ഞ പ്രദേശത്ത് ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. 300 പേരടങ്ങുന്ന ഒരു സംഘം വടിയും കടാരയും കത്തിയും സൈക്കിൾ ചെയിനുമായിട്ട് ആ വീട് വളഞ്ഞു. അതിനകത്ത് ഞാൻ ഉടഞ്ഞു. മരണഭയം എന്നെ അലട്ടി. 2-3 വയസ്സ് 2 കുഞ്ഞുങ്ങൾ വീട്ടിൽ കിടക്കുക വേലക്കാരുടെ അടുത്ത്. അന്ന് ഞാൻ ഉടഞ്ഞു. പുത്തൻതറയിൽ 20ഓളം വരുന്ന മത്സ്യ ജീവനക്കാർ എന്നെ ഇടിക്കാൻ ചുറ്റും കൂടി. ഞാൻ ഉടഞ്ഞു. ഒത്തിരി പരദൂഷണങ്ങൾ, പഴികൾ, ദുഷികൾ, ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് പറയുന്ന ഒത്തിരി ഞാൻ ഉടഞ്ഞു. ഞാൻ ദേവസ്വം നിലവിളിച്ചു. പ്രാർത്ഥനാമുറി കണ്ണുനീർ കയങ്ങളായി മാറി. പലപ്പോഴും സ്നേഹിച്ചവർ നമുക്കെതിരെ പല പരദൂഷണം പറഞ്ഞു പരത്തിയപ്പോൾ, വളരെ കൈവെള്ള കൊണ്ടുവരുന്ന പലതും പറഞ്ഞു പരത്തിയപ്പോൾ, മുഖത്ത് നോക്കി പലതും വിളിച്ചു പറഞ്ഞപ്പോൾ, ഒറ്റയടിക്ക് നിന്റെ മുഖം ഞാൻ 2 ആക്കുമെന്ന് എൻ്റെ മുഖത്ത് നോക്കി ഒരു വിശ്വാസനോട് പറഞ്ഞപ്പോൾ, നിനക്കെന്നെ അറിയത്തില്ലടാ, എൻ്റെ ഒറ്റ കൈക്കില്ല നിന്റെ മോഹം തകട്ടോ, നിന്റെ കൊച്ചു മോഹം ഉണ്ടല്ലോ ഒറ്റയിടിച്ച് അത് ചെതറിപ്പോകുന്നു എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇടിക്കടാ നീ എന്നെ, ഇടിക്ക് ജോളി, ഇടിക്ക് നീ എന്നെ, നീ ചതക്കി മുഖം. ഞാൻ ഉടഞ്ഞു, ഞാൻ തകർന്നു. ഇറ്റ് വാസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കരങ്ങളിലായിരുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാനും സുരേഷ് ബാബു ബ്രദറും നശിച്ചു പോയില്ല, ജോജി പാസ് നശിച്ചു പോയില്ല. ഞങ്ങളെല്ലാം ശുശ്രൂഷയിലുണ്ട്. ഞങ്ങളിന്നും വർഷിപ്പ് ലീഡ് ചെയ്യുന്നു, ഞങ്ങളിന്നും പ്രസംഗിക്കുന്നു, ഞങ്ങളിന്നും ചർച്ച് പ്ലാൻ ചെയ്യുന്നു, ഞങ്ങളിന്നും പാപികൾക്ക് വേണ്ടി കരയുന്നു, ഞങ്ങളിന്നും നിലവിളിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥന മുറിയിൽ പലപ്പോഴും ചങ്ക് പൊട്ടി കരയുന്നു. ഞങ്ങൾ തകർന്ന പാത്രങ്ങളാണ്. വി ആർ ബ്രോക്കൺ വെസൽസ്. മനുഷ്യൻ്റെ കയ്യിലല്ല, ദൈവത്തിൻ്റെ കയ്യിൽ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കയ്യിൽ നീ ഉടയട്ടെ, മനുഷ്യൻ്റെ കയ്യിലല്ല, ദൈവകരയിൽ നീ ഉടയട്ടെ. കുശവൻ അതിനെന്ത് ചെയ്തു? തനിക്കിഷ്ടമുള്ള മറ്റൊരു പാത്രമാക്കി അതിനെ രൂപാന്തരപ്പെടുത്തി. രൂപാന്തരം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അങ്ങനെ പറയണം, ഒരുപാട് പറയാനുണ്ട്. ഈ കഴിഞ്ഞ 25 വർഷത്തിൽ ഈ ചർച്ച മിനിസ്ട്രി അതോടെ കടന്നുപോയി. ഞങ്ങളൊക്കെ തകർന്ന തകർച്ചകൾ, ഞങ്ങളൊക്കെ കേട്ട പരിഹാസങ്ങൾ, നിന്ദകൾ, ഞങ്ങളെ കേട്ട പരദൂഷണങ്ങൾ, ഗോസിപ്പുകൾ, വിമർശനങ്ങൾ. ഞങ്ങളുടെ മുമ്പിൽ ആളുകൾ ഇങ്ങനെ 300, 200, 500, 1000 ഒക്കെ ഇരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒത്തിരി തകർച്ചയുടെ കഥകളുണ്ട്. ദൈവകരം തകർന്നതുകൊണ്ട് ഇന്ന് പകൽക്കാലം തകർക്കപ്പെടുവാൻ മനുഷ്യൻ്റെ കയ്യല്ല, കർത്താവേ ദൈവകരങ്ങളിൽ ഞാൻ തകർക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ പ്രാർത്ഥിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഞാൻ എൻ്റെ പാസ്റ്റർ ഒരിക്കലും കാര്യത്തിൽ സംസാരിച്ചിട്ടില്ല. വചനപ്രകാരമല്ലാത്ത പല കാര്യം എന്നെ കൊണ്ട് അദ്ദേഹം ചെയ്യിച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് മീശ നിർബന്ധമായിട്ട് പഠിപ്പിച്ചു സ്നാനപ്പെടാൻ. എനിക്ക് ചോദിക്കാം ഏത് വാക്യം, ചോദിച്ചില്ല. പ്രൈസ് ഗോഡ്. ബൈബിളിൽ അങ്ങനെ ഒരു വാക്യമില്ല.
സ്നാനപ്പെടുന്ന മീശ പഠിക്കുന്ന ഒരു വാക്യം ബൈബിളിനകത്തില്ല. യാക്കോബ് 7:10 മീശ പഠിക്കുക എന്നൊരു വാക്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോറൻസ് പാസ്റ്റർ എന്നോട് സ്നാനത്തിന് തലേദിവസം മീശ പഠിക്കണം റോയി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചോദിക്കാം, പാസ്റ്റർ വിച്ച് വേഴ്സ്, ഏത് വാക്യമാണത് മീശ പഠിക്കാൻ എന്ന് ചോദിക്കാം. ഞാൻ ചോദിച്ചില്ല, ഞാൻ മീശ പഠിച്ചു. എന്താ അറിയോ, ബൈബിളിനകത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒബീഡിയൻസ്, അനുസരണം. ഞാൻ അനുസരിച്ചു. അതെൻ്റെ ജീവിതത്തിൽ വലിയ നന്മയ്ക്കും വലിയ അനുഗ്രഹത്തിനും കാരണമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ദൈവദാസൻ നിങ്ങളോട് വല്ലതും പറഞ്ഞാൽ നിങ്ങളത് അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ ചിലപ്പോൾ വേദനാജനകമായ സംഭവമായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ബ്രോക്കൺ ആകും, നിങ്ങൾ തകർക്കപ്പെടും. നിങ്ങൾ തകർക്കപ്പെടുമ്പോൾ, ദൈവവചനത്തെ തകർക്കപ്പെടുമ്പോൾ, ഒരു പക്ഷേ ചർച്ച് ഡിസിപ്ലിൻ കൊണ്ട് നിങ്ങൾ ചർച്ചിൻ്റെ ശിക്ഷണം നിമിത്തം നിങ്ങൾ തകർക്കപ്പെടുമ്പോൾ നിങ്ങൾ സഭ വിട്ട് ഓടുകയല്ല വേണ്ടത്. സഭ വിട്ട് ഓടുകയല്ല വേണ്ടത്. ഈ സഭയിൽ മറ്റേ സഭയിലേക്ക് ചാടുകയല്ല വേണ്ടത്. യു ഹാവ് ടു സ്റ്റാൻഡ് ഹിയർ ഇൻ ബോൾഡ്നെസ്. സഭ ചാടി നടക്കുന്നത് എനിക്ക് മഹാ കെറുവ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഡിസിപ്ലിൻ ഇല്ലാത്ത സഭ സഭയല്ല. ആത്മീയ ശിക്ഷണമില്ലാത്ത സഭ സഭയല്ല. ശിഷ്യത്വമില്ലാത്ത സഭ സഭയല്ല. വചനം പറയാത്ത സഭ സഭയല്ല. വെറും പേര് വിളിയും ഫോൺ നമ്പർ വിളിയും മാത്രം ഉള്ള സഭകൾ സഭയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് ബിലീവ് ഓൾ ദോസ് തിങ്സ്. ദൈവാത്മാവ് വന്നല്ല എന്തും വിളിച്ച് പറയാം. അത് ദൈവാത്മാവ് അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ദൈവാത്മാവിന് പേര് വിളിച്ച് പറയാം. ദൈവാത്മാവിന് ഒത്തിരി കാര്യം ചെയ്യാൻ കഴിയും. പക്ഷേ സഭയുടെ അടിസ്ഥാനം അതല്ല. പേര് വിളിക്കുന്നതും ഫോൺ നമ്പർ പറയുന്നതും അല്ല സഭയുടെ അടിസ്ഥാനം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്പർ 1, നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു സബ്മിറ്റ് യുവർസെൽഫ് ടു ദ ഡെലിഗേറ്റഡ് അതോറിറ്റീസ്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, Jesus was in need of committed, patient, unselfish and passionate people to untie the bondages of the bound people. Jesus was in need of committed, patient, unselfish and passionate people to untie the bondages. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ജനങ്ങളുണ്ട്, അവർ തയ്യാറുമാണ്. But he needs someone to do that ministry. ബന്ധനത്തിലായിരിക്കുന്ന ജീവിതങ്ങളെ നമ്മൾ യേശയ്യാപ്രവചനം വായിക്കുമ്പോൾ എന്താ വായിക്കുന്നത്? അഭിഷേകം എന്തിനാ ചെയ്തത്? എന്തിനാ അഭിഷേകം ചെയ്തത്? സ്റ്റേജിൽ നിന്ന് വലിയ ആളാകാനാണോ? അതിനൊന്നുമല്ല. പ്രൈസ് ഗോഡ്. എന്തിയാ? ആമേൻ. അവർക്ക് വിടുതലിന് വേണ്ടി, ബന്ധിതരെ മോചിപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാൻ, അതിനുവേണ്ടി ദൈവം അഭിഷേകം ചെയ്തത്. ഞങ്ങളതാ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ ഡെലിഗേറ്റഡ് അതോറിറ്റിന് മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ബന്ധനം പൊട്ടുവാൻ, ആ ഗ്രേവ് ക്ലോത്ത്, ആ ശവവസ്ത്രങ്ങൾ മാറ്റുവാൻ, ഈ ലാസർ പത്രോസിൻ്റെയോ യോഹന്നാൻ്റെയോ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ ഒരിക്കലും പത്രോസിനോ യോഹന്നാനോ യേശു ഡെലിഗേറ്റ് ചെയ്ത് ആർക്കും അത് ചെയ്യാൻ ഒക്കത്തില്ല. യു ഹാവ് ടു സബ്മിറ്റ് യുവർ സെൽഫ്, യു ഹാവ് ടു കമ്മിറ്റ് യുവർ സെൽഫ് ടു ദി ഡെലിഗേറ്റഡ് അതോറിറ്റീസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഏൽപ്പിച്ചു കൊടുക്കണം. ഏൽപ്പിച്ചു കൊടുക്കാൻ ഒന്നും നടക്കാൻ പോകുന്നില്ല. സഭ വന്നിരിക്കാൻ പോകാം, വിടുതലൊന്നും നടക്കാൻ പോകുന്നില്ല. 10 വർഷം ഇരുന്നു അതുപോലെ തന്നെ ഇരിക്കും നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിൻ്റെ പ്രശ്നം നീ മാറണോ? നിന്റെ രോഗം മാറണോ? നിന്റെ കെട്ടുപൊട്ടണോ? നിന്റെ ശാപത്തിൻ്റെ ആ ശക്തികൾ മാറിപ്പോകണമോ? നിന്റെ തലമുറ നന്നാകണമോ? നിന്റെ ഭർത്താവിന് മദ്യപാനം മാറണമോ? നീ ദൈവസന്നിധാനത്തിൽ നിന്റെ കെട്ടുകളെ പൊട്ടിക്കാൻ, നിന്റെ കുടുംബത്തിലെ കെട്ടുകളെ പൊട്ടിക്കാൻ തയ്യാറുള്ള, അല്ലെങ്കിൽ അതിന് അഭിഷേകമുള്ള, അതിനുവേണ്ടി അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ദൈവദാസന്മാരുടെ മുമ്പിൽ നീ നിന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ലാസർ അങ്ങനെ വിധേയപ്പെടുത്തി കൊടുത്തോ? കൊടുത്തു. എങ്ങനെ തെളിയിക്കാം? 12-ാമത്തെ അധ്യായത്തിൽ യേശുവിനെ കൂടിയിരിക്കുമ്പം ഇതൊന്നും പുള്ളിയുടെ ദേഹത്തിലില്ല. 12-ാം അധ്യായത്തിലെ അവിടെ പിന്നെ ഒരു വീട്ടിൽ, പിന്നെ എന്തോ ഷീമോൻ്റെ വീട്ടിൽ വലിയ തീറ്റയും കൂടിയൊക്കെ നടക്കുന്ന സമയത്ത് യേശുവിൻ്റെ കൂടെ പന്തിയിലിരിക്കുന്ന കൂട്ടത്തിൽ നോർമലായിട്ട് ലാസർ ഉണ്ടായിരുന്നു. കെട്ടുള്ളവനായിട്ടല്ല അവിടെ ഇരുന്നത്. അതിൻ്റെ അർത്ഥം ഡെലിഗേറ്റഡ് അതോറിറ്റിന് മുമ്പിൽ ലാസർ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തു. അഴിക്കാൻ നിന്നു കൊടുത്തു. ഫാസ്റ്റ് അഴിക്കാം. സന്തോഷം. കാലൂടെ അഴിക്കാം. അതുവഴി സന്തോഷം. ഇനി മുഖത്ത് തുടർന്ന് പറിച്ചുകളാം. അയ്യോ സന്തോഷം, ഇപ്പം കാണാം, അയ്യോ ഇപ്പം കേൾക്കാം, ഇപ്പം മണക്കാം, അയ്യോ സന്തോഷം. ഏൽപ്പിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. So we are the delegated authorities
ഞങ്ങൾ ദൈവത്താൽ ഡെലിഗേറ്റ് ചെയ്യപ്പെട്ട അതോറിറ്റീസാണ്. നിങ്ങളായിരിക്കുന്ന സഭയിൽ നിങ്ങളുടെ മേലാക്കിയിരിക്കുന്ന ദൈവദാസനോട് നിങ്ങൾ വിധേയപ്പെട്ട് കൊടുക്കുമ്പോൾ, നിങ്ങൾ അതിനു വേണ്ടി നിങ്ങളുടെ ആ ബന്ധനം, ആ കെട്ടുകൾ, ആ കാലിൻ്റെ, ആ കൈയുടെ, ആ മുഖത്തിൻ്റെ, ആ കണ്ണിൻ്റെ, ആ ചെവിയുടെ, ആ അധരത്തിൻ്റെ കെട്ടുകൾ പൊട്ടിക്കോ, നിങ്ങൾ ഡെലിഗേറ്റഡ് അതോറിറ്റീസിന് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ ബന്ധനം പൊട്ടുന്നത്. രണ്ടാമത്തെ കാര്യം, ഹി നീഡ്സ് സമ്മൺ ടു ഡു ദാറ്റ് മിനിസ്ട്രി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന ചില ആളുകളെങ്കിലും ദൈവം അതിനു വേണ്ടി കർത്താവ് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാ ശുശ്രൂഷയും ഒരുമിച്ച് ദൈവം ചെയ്യാനൊക്കത്തില്ല. ഹി നീഡ്സ് ദ ഡെലിഗേറ്റഡ് അതോറിറ്റീസ് ഇൻ ദ ചർച്ച്. സഹോദരിമാരുടെ ഇടയിൽ ശുശ്രൂഷിക്കാൻ കഴിവുള്ളവർ വേണം. സഹോദരന്മാരുടെ ഇടയിൽ ശുശ്രൂഷിക്കാൻ കഴിവുള്ളവർ വേണം. കുഞ്ഞുങ്ങളുടെ ഇടയിൽ, യൂത്ത്സിൻ്റെ ഇടയിൽ, പബ്ലിക്കിൽ, ഇവാഞ്ചലിസം ടീമിൽ. He needs the people, the delegated authorities. Praise the Lord. നിങ്ങൾ നിങ്ങളെ തന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ജോലി വിട്ടിറങ്ങുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. സഭയുമായുള്ള ബന്ധത്തിൽ വിമൻസ് മിനിസ്ട്രി ആയിരിക്കാം, യൂത്ത് മിനിസ്ട്രി ആയിരിക്കാം, സൺഡേ സ്കൂൾ ആയിരിക്കാം, അല്ലെങ്കിൽ ചാരിറ്റി വർക്കുകളായിരിക്കാം, ഇവാഞ്ചലിസം ടീം ആയിരിക്കാം, കൊയർ ടീം ആയിരിക്കാം, അല്ലെങ്കിൽ അഷേഴ്സ് ആയിരിക്കാം, വോളണ്ടിയേഴ്സ് ആയിരിക്കാം. ഏത് വിഷയത്തിലും ഞായറാഴ്ച 10:30 വന്നേച്ചും ആശ്രമം പറയുമ്പോൾ ഇറങ്ങി ഓടുന്ന സ്വഭാവക്കാരെ ഇതിന് കൊള്ളത്തില്ല. 10 മണിക്ക് ആരാധന തുടങ്ങുമ്പോൾ 9 മണിക്കെങ്കിലും വന്ന് കുറഞ്ഞത് സൺഡേ സ്കൂളിന് സഹായിച്ചു കൊടുത്ത്, ഇവിടെ ക്ലീനിങ്ങിന് സഹായിച്ചു കൊടുത്ത്, കസരിടാൻ സഹായിച്ചു കൊടുത്ത്, ഓരോ കസരും കൈവച്ച് പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ പ്രാർത്ഥനാ ഗ്രൂപ്പിലിരുന്ന് ആരാധനകൾ അനുഗ്രഹത്തിൽ പ്രാർത്ഥിച്ച്, വർഷിപ്പ് ടീമിൽ ഹെൽപ്പ് ചെയ്ത്, മൈക്കെടുത്ത് വെച്ചു കൊടുത്ത്, കർത്തവ്യശക്കുള്ള ഹെൽപ്പ് ചെയ്ത് കൊടുത്ത്, തൂത്ത് ക്ലീൻ ചെയ്ത്, ടോയ്ലറ്റ് കഴുകി, അങ്ങനെ കയറി 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 നിങ്ങൾ എവിടെ എത്തും? ഒരു പക്ഷേ നാളെ നോർത്ത് ഇന്ത്യയിലോ ഏതെങ്കിലും രാജ്യത്തോ ഒരു വലിയ ചർച്ചിൻ്റെ പാസ്റ്ററോ പാസ്റ്ററിൻ്റെ ഭാര്യയായിട്ട് നിങ്ങൾ മാറും. ഈ സഭയുടെ ഒരു ബ്രാഞ്ച് ആയിരിക്കും ചിലപ്പോൾ അത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആൻഡ് ജീസസ് നീഡ്സ് സം ഡെലിഗേറ്റഡ് അതോറിറ്റീസ്. ഹല്ലേലൂയ. വിടുതൽ വേണമല്ലോ. 1, നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. 2, എന്ത് ചെയ്യണം? ആൻഡ് ഹി നീഡ്സ് ടു അപ്പോയിന്റ് ആസ് മിനിസ്റ്റേഴ്സ്. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശവവസ്ത്രങ്ങൾ അഴിഞ്ഞു മാറും.